ഓക്കെ. ജസ്റ്റ് നമ്മൾ ഈ ഒരു ടേബിള് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്ത് കമ്മോഡിറ്റി നാല് ആറ് ഏഴ് സാധനങ്ങളാണ്. ഫുഡ് ഗ്രെയിൻസ്, മിൽക്ക്, എഡിബിൾ ഓയിൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, ഫിഷ് ആൻഡ് എഗ്, അതുപോലെ ഷുഗർ. ഈ ആറ് ഏഴ് സാധനങ്ങളുടെയും ഓരോ 10 വർഷം കൂടുമ്പോൾ ഡിമാൻഡുകളെ കുറിച്ചാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇയേഴ്സ്, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഏത് വർഷത്തിലാണ് എന്ത് ഇസ് റേഷ്യോ ഓഫ് ഡിമാൻഡ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും റേഷ്യോ ലെസ് ദാൻ 1/3. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഫ്രൂട്ട്സ് ആണല്ലേ, ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും റേഷ്യോ, ഫ്രൂട്ട്സ് ഈസ് ടു വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എത്ര ഒന്നാണെങ്കിൽ വെജിറ്റബിൾസ് രണ്ട്, എത്രയാണെന്നുള്ളത് ആ ഒരു റേഷ്യോ 1/3യേക്കാളും കുറഞ്ഞത് ഏത് വർഷത്തിലാണെന്ന് ചോദിക്കുന്നത്. ഏത് വർഷങ്ങളിലാണ് ചോദിക്കുന്നത്? 1990 2000-ലാണോ, അതല്ല 2000 2010 ആണോ, 1990 2010 ആണോ, അല്ലെങ്കിൽ 2000 2020? ഏത് രണ്ട് വർഷം, ഏതോ രണ്ട് വർഷങ്ങൾ എന്തായിട്ടുണ്ട് ഈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1/3യേക്കാളും കുറവായിട്ടുണ്ട്. അതായത് ഫ്രൂട്ട്സ് 10 സമയത്ത് എന്തായിരുന്നു, എന്താ പറയുക, വെജിറ്റബിൾസ് എന്താ 30 അപ്പൊ 1/3 അല്ലേ. അപ്പൊ ചോദിച്ചതല്ല 1/3യേക്കാളും കുറവുള്ളത്. അപ്പോൾ 9/30, 9/30 ഫ്രൂട്ട്സ് 9 വെജിറ്റബിൾസ് 30, അപ്പൊ 1/3യേക്കാളും കുറവാണ്. അപ്പൊ ഇത് ഏതോ രണ്ട് വർഷങ്ങൾ ഇതേ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എത്രയാണോ അതിന്റെ എന്താ പറയുക മൂന്നിരട്ടിയേക്കാളും കൂടുതലായിരുന്നു ഇത് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നത്. അപ്പോഴല്ലേ 1/3യേക്കാളും കുറവായിട്ട് വരിക, റേഷ്യോ വരിക അല്ലെ. മൂന്നിരട്ടിയേക്കാളും കൂടുതലായിരുന്നു വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ 1/3യേക്കാളും കുറവായിരിക്കും. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റേഷ്യോ ആണ് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രൂട്ട്സിന്റെ വാല്യൂ ഡിവൈഡ് ബൈ വെജിറ്റബിൾസിന്റെ വാല്യൂ. അപ്പൊ നമുക്കൊരു റേഷ്യോ കിട്ടും അല്ലേ. ആ റേഷ്യോ 1/3യേക്കാളും കുറവാണെന്ന് പറഞ്ഞു. ഈ 1/3 എന്നാൽ എത്ര സംഖ്യ? 1/3 1 × 3 എത്രയാണ്? 1 × 3 ചെയ്ത് നോക്കിയിട്ടുണ്ടോ? 1 × 3 ഒന്നില് 3 പോകില്ല. നമ്മൾ ഇവിടെ പോയിന്റ് ഇടും, ഇവിടെ 0 ഇടും അല്ലേ. 10ൽ എത്ര മൂന്നുണ്ട്? 3 മൂന്നുണ്ട്, 3. അപ്പൊ 3 3 9 ഇഷ്ടം 1. പിന്നെ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഒന്നിൽ 3 പോകില്ല, അപ്പൊ ഒരു 0 ഇടും, പിന്നെ 3 ഇടും അല്ലേ. പിന്നെ ഇങ്ങനത്തെ ഇത്ര ഇഷ്ടംപോലെ പോട്ടെ, അപ്പോൾ 3 3, അപ്പൊ 0.33 1/3ന്റെ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഏതൊരു വർഷം ഇവർ തമ്മിലുള്ള റേഷ്യോ എന്നുള്ളത് 0.33 കുറവുണ്ട്, രണ്ട് വർഷങ്ങളിൽ. ആ രണ്ട് വർഷങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. നിങ്ങളെല്ലാവരും എന്താ പറയുക, എൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലായിടത്തും നിർബന്ധമായിട്ടും ഒരു പേപ്പറും പെന്നും വേണം കേട്ടോ, നിർബന്ധമായിട്ടും വേണേ. അപ്പോൾ ഇതിൽ ഏകദേശം ആളുകളൊക്കെ, അത്യാവശ്യം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ആക്റ്റീവായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ടുണ്ടായിരുന്നു, വലിയ സന്തോഷം. കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ അതിന്റെ റെക്കോർഡ് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. കഴിഞ്ഞ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള, പ്രീവിയസ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ആസ്പെക്ട്. ഇനി അതിനേക്കാളും സിമ്പിളാണ് ഈ സാധനം. ടേബിളിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. ടേബിളിൽ നിന്ന് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഡാറ്റ ഇൻറ്റർപ്രിട്ടേഷൻ ഉള്ളത്. നേരത്തിലേറെ സിമ്പിൾ ആയിരിക്കും, കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് ചെയ്തതിനേക്കാൾ സിമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പേപ്പർ പെന്നിട്ട് എടുക്കുക, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ടേബിൾ ഒന്നുകൂടെ കാണിച്ചു തരാം. മിനിറ്റ്. ഇതിൽ ചോദിച്ചില്ല ഏതൊക്കെയാണ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് ആദ്യം, പിന്നെ വെജിറ്റബിൾസ് താഴെ. അപ്പോൾ നമ്മൾ നോക്കുക ടേബിളൊക്കെ ഒരു മിനിറ്റ്. ഫ്രൂട്ട്സ് എത്രയാണ്? 1990 ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 12.5 ആ സമയത്ത് വെജിറ്റബിൾസ് എത്രയായിരുന്നു? 56.0 ആയിരുന്നു. അതായത് 56, അപ്പൊ 12.5 ബൈ എന്താ 56 ചെയ്ത് നോക്കുക. 56.0 എന്ന് പറഞ്ഞാൽ 56 ഇത് ചെയ്ത് നോക്കിയാൽ എന്താവും? നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. എന്തായാലും ഒന്നിനേക്കാൾ താഴെ ആയിരിക്കും അല്ലെ, ഒന്നിനേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കും. കാരണം 12.5 എന്തായാലും 56 ഉണ്ടാവില്ല. 12.5 എന്തായാലും 56 പോവില്ല. അപ്പൊ എന്തായാലും നമ്മൾ പുള്ളി കുത്തിട്ട് എടുക്കേണ്ടി വരും, പോയിന്റ് ഇട്ട് എടുക്കേണ്ടി വരും അല്ലേ. 56 പോയിന്റ് ഇട്ട് എടുക്കും. ഇവിടെ എന്തെങ്കിലും ഒരു 10 കൊണ്ട് ഗുണിക്കും, അപ്പൊ 125 ആക്കും. ഇവിടെ പോയിന്റ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 0 ഇട്ട് എടുക്കുക സാധാരണ. ഇവിടെ 0 ഇട്ട് എടുക്കേണ്ട ആവശ്യമില്ല, 12.5 അല്ലേ. അപ്പൊ 5 നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കുന്നത് ഒരു 0 കൊണ്ട് ഗുണിക്കുക, അപ്പൊ 125. 125ൽ 56 എത്ര പ്രാവശ്യം പോകും നോക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് 1990 ഇതിന്റെ റേഷ്യോ കിട്ടും, ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും റേഷ്യോ. ഞാൻ ഒന്ന് ചെയ്തുതരാം. 1990 ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന്റെ ചെയ്തുതരാം. നമ്മൾ ഓപ്ഷനിൽ നോക്കാം. നമ്മൾ ഓപ്ഷനിൽ കാണാം 1990 2000 നോക്കി വെക്കുക. 1990 2000 നോക്കി വെക്കുക. അതുപോലെ തന്നെ 2000 2010 നോക്കി വെക്കുക. ഒന്നിനെ കിട്ടണ ഫസ്റ്റ് തന്നെ കിട്ടണേ പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതോ രണ്ട് വർഷങ്ങളിൽ 1/3 അതായത് 0.33 കുറവുണ്ടായിട്ടുണ്ട് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്തുതരാം. 1990 ഞാൻ ചെയ്തുതരാം, പിന്നെ 2000 നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ 1990 എന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ 12.5 അത് മേലെ എഴുതി. ഫ്രൂട്ട്സ് ഇസ് ടു വെജിറ്റബിൾസ് ആണല്ലോ, അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ മേലെ എഴുതി. അതുപോലെ തന്നെ എന്താ പറയുക, ഈ വെജിറ്റബിൾസ് നമ്മൾ താഴെ എഴുതി. 12.5 ഹരിക്കണം 56 നമ്മൾ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? 12.5 നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കും, ഹരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കും 12.5. കണ്ടോ?
അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പോയിന്റ് ഉള്ള സംഖ്യ നമ്മൾ ഹരിക്കണമെങ്കിൽ എന്താ മതി 10 ഇവിടെ 12.5 56 ഉണ്ടാവില്ല ഉറപ്പല്ലേ? കാരണം 56 വലുത്, 12.5 ചെറുതാണ്. അപ്പം എന്ത് ചെയ്യുക? അപ്പം നമ്മൾ ഇവിടെ മുകളിൽ ഒരു പോയിന്റ് എടുക്കും, താഴെ എന്ത് ചെയ്യും? നമ്മൾ 10 കൊണ്ട് ഗുണിക്കണം. സാധാരണ പൂജ്യം ഇട്ട് കൊടുക്കലാണ്, പക്ഷെ ഇവിടെ പൂജ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ 0.5 ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ പൂജ്യം ഇട്ടാൽ 10 കൊണ്ട് ഗുണിക്കാന്നുള്ള അർത്ഥം. നമ്മളിവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പോയിന്റ് ഇവിടെ നിന്ന് പോകും. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സംഖ്യ ഒഴിവാകും, 125 ഇപ്പോൾ 125. ഇത് ബേസിക് മാത്സ് ആട്ടോ. നമ്മൾ പോയിന്റ് സംഖ്യ ആകുമ്പോൾ നമ്മൾ പോയിന്റ് ഒഴിവാക്കുള്ളത് 10 കൊണ്ട് ഗുണിക്കലാണ്. ഓക്കെ, 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പോയിന്റ് പോകും. 125 എത്ര? 56 ഉണ്ട്. നോക്കാം. ഓക്കെ, 125 ഒരു 86, 86, രണ്ട് 86, 112, 386 പോവോ? 386, 112, രണ്ട് 86 ആണ്. 386 പോലല്ലോ. 112ലേക്ക് ഒരു 86 കൂടെ കൂട്ടിയേക്കാം. ഓക്കെ, 112, രണ്ട് 86, 112ആണ്. ഒരു 386 ആകുമ്പോൾ 168 അപ്പൊ 125 രണ്ടെണ്ണേ പോളൂ. രണ്ട് 86 എത്രയാണ്? രണ്ട് 86 എന്ന് പറയുന്നത് 112ആണ് അല്ലേ? കുറച്ച് നോക്കാം. 125 112 കുറച്ച് എത്ര? ഇവിടെ 3, രണ്ട് 1 കുറച്ചില്ല 1, 1 കുറച്ച 0, 13. ഇനി നമ്മൾ 13 56 പോലല്ലോ. 13 56 പോകത്തുണ്ട്, ഒരു 0 ഇങ്ങോട്ട് എടുക്കും. 130, 130 എത്ര? 86 ഉണ്ട്. രണ്ട് 86 112ആണ്. 386 എന്ന് പറയുന്നത് 168ആണ്. നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് 386 മൂന്ന് പ്രാവശ്യം പോകില്ല. 130 രണ്ട് പ്രാവശ്യം പോകണം. 0.22. അപ്പൊ നിങ്ങൾക്ക് കിട്ടില്ല. ഇവർ നമ്മൾ റേഷ്യോ എത്രയാണ്? 0.22. ഈ 0.22 പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1/3യേക്കാളും കുറവുള്ള വർഷമല്ല ചോദിച്ചിട്ടുള്ളത്. 1/3 എന്ന് പറഞ്ഞാൽ 0.33ആണ്. 1/3 എന്ന് പറഞ്ഞാൽ 0.33ആണ്. അപ്പോൾ ഇവിടെ 1990 വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.22ആണ്. അത് 0.33നേക്കാളും ചെറുതാണ്. അല്ല, കണ്ടാൽ തന്നെ അറിയില്ലേ? 0.22 എന്നുള്ളത് 0.33നേക്കാൾ ചെറുതാണ്. അതായത് 1/3യേക്കാളും ചെറുതാണ്. 1/3 എന്ന് പറയുന്നത് 0.33ആണ്. അപ്പോൾ 0.33നേക്കാൾ ചെറുതാണ്. 1990 നീട്ടി. ഇനി 2000 ഓപ്ഷൻ ചെയ്യാൻ വെക്കാം. 1990 2000 എന്ന് പറയുന്നുണ്ട് അല്ലേ? 1990 ഓക്കെയാണ്. 1990 ഓക്കെയാണ്. അവിടെ എന്തായിട്ടുണ്ട്? 1/3യേക്കാൾ കുറവാണ്. കാരണം 0.22 ഉള്ളൂ നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ഹരിക്കണം വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ഹരിക്കണം വെജിറ്റബിൾസ് ചെയ്യുമ്പോൾ ഇതെന്താണ്? 0.33നേക്കാളും ചെറുതാണ്. 0.33നേക്കാളും ചെറുതാണ്. അതായത് 0.22 ഉള്ളൂ. അപ്പോൾ അത് ശരിയാണ് അർത്ഥം. ഇനി 2000 കൂടെ നോക്കണം. ഒരു വർഷം മാത്രം കിട്ടിയാൽ അപ്പോൾ 2 വർഷം ഉണ്ട് അല്ലേ? 1990 ഉണ്ട്, 2000 ഉണ്ട്. 1990 എന്ന വേറെ ഓപ്ഷൻ ഉണ്ട്. അതിൽ 10ന്റെ കൂടിയും വരുന്നുണ്ട്. നമ്മൾ അത് 2000 നോക്കാം. 2000 ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ കാണണം, ഞാനല്ല, നിങ്ങൾ കാണണം കേട്ടോ. 2000 വർഷത്തിലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിലുള്ള റേഷ്യോ ഞാൻ ടേബിൾ കാണിച്ചു തരാം. ഓക്കെ, എന്താണ് 2000 വർഷത്തിലെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും തമ്മിലുള്ള റേഷ്യോ? ആദ്യം ഫ്രൂട്ട്സ് ആണ് എഴുതേണ്ടത്, അടിയിലാണ് വെജിറ്റബിൾസ് എഴുതേണ്ടത്. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്യോ? എല്ലാവരും ആക്റ്റീവായിട്ട് വരും കേട്ടോ. എല്ലാവരും ചെയ്യണം. എന്നിട്ട് ആൻസർ ഇവിടെ കമന്റിൽ അറിയിക്കണം, ചാറ്റ് ബോക്സിൽ അറിയിക്കണം. 2020 ഇവർ തമ്മിലുള്ള റേഷ്യോ കാണണം. അപ്പോൾ 2020 വെജിറ്റബിൾസ് 80ആണ്, ഫ്രൂട്ട്സ് 22.2 അല്ലേ? നമ്മളെ റേഷ്യോ കാണണം. ഫ്രൂട്ട്സ് ഈസ് ടു വെജിറ്റബിൾസ് ആണല്ലോ. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ മുകളിൽ എഴുതും, വെജിറ്റബിൾസ് നമ്മൾ താഴെ എഴുതും. ഓക്കെ, ഒന്ന് കണ്ടെത്തുക. എല്ലാവരും കണ്ടെത്തണം കേട്ടോ. നമ്മൾ റേഷ്യോ കണ്ടെത്തുക. അതായത് ഫ്രൂട്ട്സിന്റെ വാല്യൂ നമ്മൾ ഉള്ളിൽ കൊണ്ടാക്കും, വെജിറ്റബിൾസിന്റെ വാല്യൂ നമ്മൾ പുറത്ത് കൊണ്ടാക്കും, എന്നിട്ട് ഹരിക്കും. ഓക്കെ, പോയിന്റ് ഒക്കെ ഇടുക, എന്നിട്ട് 0 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഇതിന് ആൻസർ കണ്ടെത്താം. എല്ലാവരും പെട്ടെന്ന് ചെയ്യണം കേട്ടോ. 3 മിനിറ്റ് എല്ലാവർക്കും സമയം തരാം. ഓക്കെ, ഓരോരുത്തർ ആൻസർ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യണേ. എല്ലാവരും സ്വന്തമായിട്ട് കണ്ടെത്തണം കേട്ടോ. കാരണം എക്സാം ഹോളിൽ നമ്മൾ ചെയ്ത് തന്നെ പഠിച്ചു എക്സാം ഹോളിൽ റെഡി ആണെങ്കിൽ.
ഓക്കെ, മൂന്ന് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. എല്ലാവർക്കും പോയിന്റ്, എല്ലാവരും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, നിങ്ങൾ നിർത്തണ്ടേ. ഞാൻ ബാക്കി പറയുന്ന മൊത്തം പോയിന്റ് 2-7 ഉത്തരം കിട്ടിയില്ലേ? പോയിന്റ് 2-7 എന്ന് പറയുന്നത് ലെസ് ദാൻ .33 അല്ലേ? .33 ചെറുതാണ് .27 എന്ന് പറഞ്ഞത്. അപ്പോൾ 2020 ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 22.2/80 അത് നമ്മൾ ഹരിച്ചില്ല. 22.280 ഹരിച്ചപ്പോൾ 22 പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ ഈ പോയിന്റ് ഒഴിവാക്കി മേലെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. 222. അപ്പൊ 22.2 എന്നുള്ള 222 ഇവിടെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ മേലെ പോയിന്റ് ഇട്ടു. 222 രണ്ട് പ്രാവശ്യം 80 പോകും അല്ലെ? 280 160ആണ്. 160നെ കുറച്ചപ്പോൾ 62 കിട്ടി. 62 80 പോകത്തോണ്ട് ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്തു. 620 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം പോകും. ഓക്കെ, അത് മതി നമുക്ക്. .27 കിട്ടി. .27 എന്ന് പറഞ്ഞാൽ .33 ചെറുതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആൻസർ കിട്ടി അല്ലേ? ഫസ്റ്റത്തെ ഓപ്ഷൻ ചെയ്ത പോലെ നമുക്ക് ആൻസർ കിട്ടി. കാരണം ഇതെന്താണ് 1/3 ചെറുതാണ്. കാരണം 1/3 ചെറുതാണെന്ന് പറയണമെങ്കിൽ 1.33 ചെറുതാണ് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റത്തതും എന്താ പറയുക അതും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടി. 1990 ഫ്രൂട്ട്സ് 12.5 ആയിരുന്നു, വെജിറ്റബിൾസ് 56.5. അപ്പൊ നമ്മൾ ഹരിച്ചപ്പോൾ .22 കിട്ടി. അതുപോലെ തന്നെ 2000ലേക്ക് വന്നപ്പോൾ ഫ്രൂട്ട്സ് 22.2, വെജിറ്റബിൾസ് 80 ആയിരുന്നു. ഇപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ 22.2 ഹരിക്കണം 80, അതായത് .27. ഓക്കെ, അത് നമുക്ക് 2090 ഫസ്റ്റ് ഓപ്ഷനത്തിൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റി. ഇനി നമുക്ക് 2010 നോക്കാം. ജസ്റ്റ് 2010 ചെറുത് നോക്കി. ഓക്കെ, എല്ലാവരും ചെയ്തോ. 2010 ഞാനിവിടെ ആൻസർ ഇവിടെ just ഒന്ന് മറിച്ചൊക്കെ ഉണ്ട്. ഓക്കെ, 2010 ചെയ്ത് നോക്കട്ടെ. അതിലുള്ള ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. 2010 നിങ്ങൾ ഇവിടുന്ന് കാണണ്ട, നിങ്ങൾ ടേബിൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ പഠിച്ചത്. ഓക്കെ, ടേബിൾ തന്നെ കണ്ടെത്തണം. 2010 ആ ഒരു ഇത് കണ്ടോക്കി. 2010 ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിലുള്ള റേഷ്യോ പെട്ടെന്ന് കാണും കേട്ടോ. 2010 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 1990 .33 ചെറുതാണ്, 2000 .33 ചെറുതാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ജസ്റ്റ് 2010 കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 2010 ഫ്രൂട്ട്സും വെജിറ്റബിൾസും തമ്മിലുള്ള റേഷ്യോ കണ്ടോക്കാം. ഓക്കെ, എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഞാനിങ്ങനെ സിമ്പിളായൊരു സെറ്റ് നമുക്ക് കുറച്ച് സ്പീഡായിട്ട് പോകാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ടൈം തരണേ. പേടിക്കണം, നമ്മൾ എന്തായാലും ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, നന്ദന ഇതിലും ഒന്നാമതായിട്ട് നന്ദന ആൻസർ ചെയ്തിട്ടുണ്ട്. ഗുഡ്. ബാക്കിയുള്ളവരും കൂടെ വരട്ടെ. ഓക്കെ, രണ്ടാൾ ആൻസർ ചെയ്തിട്ടുണ്ടല്ലേ? ബാക്കിയുള്ളവര് ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് പെന്ന് പേപ്പറൊക്കെ എടുത്ത് വെച്ച് പോയോ? നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ. സമയം നമ്മൾ ചെയ്ത് നോക്കിയിട്ട്. അപ്പൊ 2010 നിങ്ങൾ ചെയ്തപ്പോൾ മെഹറൂഫ് ആർക്കൊക്കെ കിട്ടിയത് നോക്കട്ടെ. മെഹറൂഫ് അതുപോലെ തന്നെ നന്ദൻ രണ്ടുപേർക്ക് .38 അല്ലേ? .38 ഉള്ളതാണ് 1/3. അല്ല, 1/3 വലുതാണ്. കാരണം 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 1/3 എന്ന് പറയുന്നത് 1/3 എന്ന് പറയുന്നത് എത്രയാണ്? .33 .33 അപ്പോ .33 നമുക്ക് എത്ര കിട്ടിയത്? 2010 എത്ര കിട്ടിയത്? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ .38 കിട്ടിയത്. അപ്പൊ എന്താണ് അത് 1/3 കൂടുതലാണ്. നമ്മളോട് ചോദിച്ച ചോദ്യം എത്രയാണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇയേഴ്സ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിമാൻഡ് ഫോർ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ലെസ് ദാൻ 1/3 കേട്ടോ. 1/3 ഇനി മോർ ദാൻ ആണെങ്കിൽ 2010 നമുക്ക് ശരിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു.
രണ്ടായിരത്തി 10 കുഴപ്പമില്ല, പക്ഷെ ലെസ് ദാൻ ആയതുകൊണ്ട് നമുക്ക് 2010 പറ്റൂല. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയ 990 2000. ഇനി നമുക്ക് 2020 ആണ് ചെയ്യട്ടോ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ മാക്സിമം എന്തെങ്കിലും ചെയ്ത് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. 2020 ചെയ്യുമ്പോൾ ഓക്കെ. 2020ലേക്ക് കണ്ടെത്തുമ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 82.1, വെജിറ്റബിൾസ് എന്ന് പറയുന്നത് 170.2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ അതിൻ്റെ 0.48 റേഷ്യോ. അതെന്താണ് 0.33 കൂടുതലാണ്. നമുക്കതല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ലെസ് ദാൻ ആണ് വേണ്ടത്. ഇപ്പൊ 2020 പറ്റില്ല, 2010 പറ്റില്ല. 990 2002 നമ്മളെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോകല്ലേ നമ്മളെ ലിസ്റ്റ് ടേബിൾ ഒന്നുകൂടെ നോക്കട്ടോ. ടേബിൾ ഒന്ന് നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. കമ്പയർ ടു ദ ഫുഡ് ഡിമാൻഡ് ഇൻ 2010. 2010 ഫുഡ് ഡിമാൻഡ് നോക്കുക. എന്തിലേക്ക്? ദ ഡിമാൻഡ് ഇൻ ദ ഇയർ 2020 ഹാസ് അറ്റ്ലീസ്റ്റ് ഡബിൾഡ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോവിങ് കമോഡിറ്റീസ്. ഇത് മനസ്സിലായോ? ഓപ്ഷൻ ഇത് മനസ്സിലായോ? ഏത് കമ്മോഡിറ്റിയുടെ, ഏത് സാധനത്തിന്റെ ഡിമാൻഡാണ് എന്തായത് അറ്റ്ലീസ്റ്റ് ഇരട്ടിച്ചത്? 2010ലേക്ക് ചേർത്ത് നോക്കി, 2010ലേക്ക് ചേർത്ത് നോക്കിയിട്ട് 2020 ഏതിൻ്റെതാണ് ഡബിൾ ആയതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ. നമ്മളെ ടേബിൾ കണ്ടെത്താൻ മനസ്സിലാവും ഏതിൻ്റെതാണ് ഡബിൾ. 2010 നിന്ന് 2020 എത്തിയപ്പോൾ ഏതോ ഒരു സാധനത്തിന്റെ വില ഇരട്ടിയായിട്ടുണ്ട്, ഡിമാൻഡ് ഇരട്ടിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ടേബിൾ കണ്ടെത്താൻ മനസ്സിലാവില്ലേ? 2010 നോക്കുക കേട്ടോ. എല്ലാവരും ആൻസർ പറയണേ കിട്ടിയാൽ. ഒരു മിനിറ്റ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ, നിങ്ങൾ വേണമെങ്കിൽ ഓപ്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓപ്ഷൻ എ ഫ്രൂട്ട്സ്, മിൽക്ക് ആണ് ബി, മീറ്റ് ഫിഷ് ആൻഡ് എഗ്സ് സി, ഡി വെജിറ്റബിൾസ്. അപ്പോൾ ഏതിൻ്റെതാണ് 2010 നിന്ന് 2020 വന്നത് ഡബിൾ ആയത്? എല്ലാവരും നോക്കുമോ? ഒന്ന് നോക്കണേ. 2010 ഇതാണ് മൂന്നാമത്തെ കള്ളിയാണ്, നാലാമത്തെ 2020ആണ്. ഏതാണ് നിങ്ങൾ ഓപ്ഷൻ എ ബി സി ഡി അറിയില്ലെങ്കിൽ ഏത് സാധനം കമ്മോഡിറ്റിന്റെ പേര് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ടേബിൾ ആകുമ്പോൾ ഓപ്ഷൻ ഏതാണ് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഏതിൻ്റെതാണ് ഡബിൾ ആയിട്ടുള്ളത് ഒറ്റയടിക്ക് പറയണം. അറ്റ്ലീസ്റ്റ് ഡബിൾ ആയത്, കറക്റ്റ് ഡബിൾ എന്നല്ല, അറ്റ്ലീസ്റ്റ് ഡബിൾ ഇരട്ടി ആയത് എന്നാണ്. ഏത് സാധനത്തിൻ്റെതാണ് അറ്റ്ലീസ്റ്റ് ഇരട്ടിയായിട്ടുള്ളത്? ഓക്കെ, പെട്ടെന്ന് ആൻസർ ഉണ്ട്. ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇത് നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം. ഇത് ഒരു പ്രോബ്ലം ചെയ്യുന്ന ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ഏത് സാധനത്തിന്റെ വിലയാണ് ഇരട്ടിയേക്കാളും അറ്റ്ലീസ്റ്റ് ഡബിൾ ആയിട്ടുള്ളത്, ഇരട്ടിയായിട്ടുള്ളത്. ടേബിൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ 1 മിനിറ്റ് പോലും സമയം എടുക്കരുത് കേട്ടോ. ഇതിന് നമുക്ക് ആകെ 20 സെക്കൻഡാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സമയം. ഓക്കെ, സിമ്പിൾ ആയതുകൊണ്ടാണ് ആകെ രണ്ടാൾക്കാർ മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യാം. എല്ലാവരും കണ്ടെത്തി ആൻസർ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? ഇതിൽ തന്നെ ആൻസർ ബി. മീറ്റ് ഫിഷ് എഗ്ഗുകൾ നോക്കി 13.6. അത് 2020 വന്നപ്പോൾ 28.3. 13.6ന്റെ ഇരട്ടി എത്ര ആയിരിക്കും? 27.2 അല്ലേ? 13.6 × 2 ചെയ്താൽ മതി. എത്ര കിട്ടും നമുക്ക്? 27.2 കിട്ടും. അതിനേക്കാൾ കൂടുതലല്ല 28.3. അപ്പൊ ഇരട്ടിയേക്കാൾ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഡബിൾ ആയതെന്ന് ചോദിക്കണം. വേറെ ഏതും ഡബിൾ ആയിട്ടില്ല. 283 350 ഡബിൾ അല്ല അല്ലേ?
146 അതിന്റെ ഇരട്ടിയല്ല 250. 146ന്റെ ഇരട്ടിയാവണേ ഏകദേശം 192 വരണം. ഓക്കെ, 10ന്റെ ഇരട്ടിയല്ല 14. 112ന്റെ ഇരട്ടിയല്ല 170. അപ്പൊ ഇരട്ടിയേക്കാൾ കൂടുതലുള്ളത് മീറ്റ്, ഫിഷ് ആൻഡ് എഗ്. ഇതൊക്കെ ഒറ്റയടിക്ക് കിട്ടണം കേട്ടോ ആൻസർ ചെയ്യണേ. സമയം കൂടുതൽ വേസ്റ്റ് ആക്കരുത്. ഓക്കെ, ഫ്രൂട്ട്സിൻ്റെത് ഇവിടെ ഒരു പ്രോബ്ലം ചെയ്താണ്. ഫ്രൂട്ട്സിന് 43.5, മറ്റേത് 2020 82.1. അപ്പൊ ഒന്നും ഇരട്ടിയല്ല, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിന്. Which of the following commodities show the highest growth in demand over the decades from 1990 ടു 2020? അപ്പൊ 1990 മുതൽ 2020 വരെ, 2020 വരെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിന്റെ ഗ്രോത്ത്, ഹയസ്റ്റ് ഗ്രോത്ത് ഇൻ ഡിമാൻഡ് 1990 മുതൽ 2020 വരെയുള്ള ഗ്രോത്ത് നോക്കുക. 90-ലുള്ളത് 10 2020 100 എത്ര ഏതിലാണ് ഹയസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്? അതായത് 1990 ആ സാധനത്തിന് 10 ഡിമാൻഡ്, 2020 അതിന് 100 ഡിമാൻഡ്. അപ്പൊ ഈ 10 100 വളർച്ച, 10ന്റെ എത്ര ശതമാനമാണ്? 100%, അല്ലെ? 10ന്റെ എത്ര ശതമാനമാണ്? 1000%. അതായത് 10ന്റെ 10 ഇരട്ടിയാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ 10 ഇരട്ടി എന്നായിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ വർഷത്തെയും 1990 2020 എത്തുമ്പോൾ ഏത് സാധനത്തിന്റെ ഡിമാൻഡാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ളത് ചോദിക്കണ്ടത്. മിൽക്കിൻ്റെത് നമുക്ക് ജസ്റ്റ് നോക്കാം. 1990 2020 എത്രയാണ് അതിന്റെ ഗ്രോത്ത് നോക്കാം. ഓക്കെ, ഗ്രോത്ത് നോക്കാം. ഗ്രോത്ത് നോക്കാൻ സുഖം കേട്ടോ. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് 2020 ആണല്ലോ, 2020-ലേക്കല്ലേ നമ്മൾ ചേർത്ത് വെക്കണത്. 2020 കിട്ടുന്ന അതിന് 2020 വാല്യൂ മുകളിൽ ഇതാ. ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ സംഖ്യയിൽ നിന്നും ഈ സംഖ്യയിലേക്ക് വരുമ്പോൾ പ്രസന്റ് ഇയർ ഉണ്ടല്ലോ, പ്രസന്റ് ഇയർ ഗ്രോത്ത് കിട്ടാൻ ഒരു പണിയില്ല കേട്ടോ. പ്രസന്റ് ഇയർ ഡിവൈഡഡ് ബൈ എത്ര, എന്ത് ചെയ്യാം? നമ്മുടെ പാസ്റ്റ് പ്രസന്റ് ഇയറിന് നമ്മൾ പാസ്റ്റ് ഇയർ രണ്ടും PY തന്നെ വരില്ലേ? പാസ്റ്റ് കേട്ടോ, പാസ്റ്റ് പഴയ വർഷം, ഏറ്റവും പഴയ വർഷം ഇത്. അങ്ങനെയുണ്ട്. അപ്പൊ 2020 മിൽക്ക് നമുക്ക് നോക്കാം. മിൽക്കിന് ഡിമാൻഡ് എത്ര നോക്കാം. ഓക്കെ, 2020 മിൽക്കിന് എത്ര ഡിമാൻഡ്? 2020, 2020 അല്ല, 90-ല് മിൽക്കിന്റെ ഡിമാൻഡ് എന്നുള്ളത് 48.8 ആണ്. 48 പോയിന്റ്, ഓപ്ഷൻ എ മിൽക്ക് അല്ലേ? ആദ്യം മിൽക്കിന്റെ നോക്കട്ടോ. ഓക്കെ, 48.8 ആണ്. എന്നാൽ എന്താ പറയാ, 2020-ലേക്ക് എത്തിയപ്പോ 287.5 ആയിട്ടുണ്ട്. 2020-ലേക്ക് എത്തിയപ്പോ 287.5 എത്തിയിട്ടുണ്ട്. 1990 48.8 മാത്രമുള്ളായിരുന്നു. അപ്പൊ 287 മുകളിൽ ഇതാ നമ്മൾ പ്രസന്റ് ഇയർ കേട്ടോ. 287.5 അല്ലേ, ഡിവൈഡഡ് ബൈ 48.8. 48.8 നമ്മൾ പോയിന്റ് ഒഴിവാക്കി എന്താ മതി? 10 കൊണ്ടോ 100 കൊണ്ടൊക്കെ ഗുണിക്കല്ലേ വേണ്ടത്. ഇവിടെ ഒരു സംഖ്യക്ക് മുമ്പാണ് പോയിന്റ് ഉള്ളത്, ഇവിടെയും ഒരു സംഖ്യക്ക് മുമ്പാണ് പോയിന്റ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒരു പൂജ്യമുള്ള സംഖ്യ, അതായത് 10 കൊണ്ട് ഗുണിക്കാം. അതായത് 2875 ഹരിക്കണം പോയിന്റ് ഒഴിവാക്കി 10 കൊണ്ട് ഗുണിച്ചു. 48.8-നെ 10 കൊണ്ട് ഗുണിച്ചപ്പോൾ പോയിന്റ് പോയി, 488ആയി. അല്ലെ? മുകളിലും താഴെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ ഉത്തരം സെയിം ആയിരിക്കും. സെയിം ആയിരിക്കട്ടെ. അപ്പൊ 2875 ഹരിക്കണം 488 ചെയ്ത് നോക്കുക. എല്ലാവരും ചെയ്ത് നോക്കുക. ആൻസർ ഇത്ര എന്ന് പറയാം. അപ്പൊ അതാണ് ആ വർഷത്തെ. അപ്പൊ എത്ര ഇരട്ടിയാണ് കൂടിയെന്നുള്ളത് കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? മിൽക്കിന്റെ ഇവിടെ കണ്ടെത്തി. പിന്നെ നമ്മളോട് ഹയസ്റ്റിലാണ്. അപ്പൊ 4 കാണാം. മിൽക്കിന്റെ കാണണം, ഫുഡ് ഗ്രെയിൻസിന് കാണണം, മീറ്റ്, ഫിഷ് ആൻഡ് എഗ്സിന് കാണണം, ഷുഗറിന് കാണണം. ഇതിന്റെയൊക്കെ 1990-നെയും 2020-ലുള്ള നമ്മൾ ഗ്രോത്ത് എത്ര കാണണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആയിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് 1900 മിൽക്കിൻ്റെത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിൽക്കിൻ്റെത് എന്താണ്? മിൽക്കിൻ്റെത് ഞാൻ ചെയ്തു തരാം. 287 ആണ് 2020-ലുള്ളത്. 48.8 ആണ് 1990-ലുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഹരിച്ചു വെക്കാം. ഓക്കെ, 2875 അല്ലെ? മേലുള്ള സംഖ്യയിലെ ഉള്ളിൽ ഇതാ 488. കുറച്ച് പണി ഉണ്ടാവും കേട്ടോ, കുറച്ച് പണി ഉണ്ടാവും. 202-ല് പോകൂല, 28-ലും പോകൂല, 287-ലും 488 പോകൂല. അപ്പൊ 2875-ൽ എത്ര 488 ചെയ്ത് നോക്കാം. എന്താ ചെയ്യാ? 488 എന്നുള്ളത് എത്ര? 10 പ്രാവശ്യം ആകുമ്പോ 4880 കാണുന്നുണ്ടല്ലേ? 10 പ്രാവശ്യം 480. അപ്പൊ 5 പ്രാവശ്യം പോകണമെങ്കിൽ എത്ര വേണം? 2440. അല്ല, അതിന്റെ പകുതി 2440. 2440 ആകുമ്പോ 5 പ്രാവശ്യം പോകുന്നുണ്ട്. നമുക്ക് 6 നമ്മളെ സംഖ്യ 2800 ഇല്ല, 6 പ്രാവശ്യം പോകണ്ട നോക്കണെങ്കിൽ ജസ്റ്റ് ഒരു 8 488 ഇവിടെ കൂട്ടി വെക്കിയാൽ മതി. 6 പ്രാവശ്യം, അല്ലേ? ഉത്തരം 8, 2,
9 2 2928 വരുന്നുണ്ട്. 2928 വരുന്നുണ്ട്. അപ്പൊ 8 പ്രാവശ്യം പോകില്ല. സോറി, 6 പ്രാവശ്യം പോകില്ല, 5 പ്രാവശ്യം പോകുള്ളൂ. 5 പ്രാവശ്യം പോയി. ഓക്കെ, 5 × 488 എത്രയാണ് നമുക്ക് കിട്ടി? 488ന്റെ 4150 പകുതി 5 പ്രാവശ്യം 2440. 2440. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നോക്കാം. 5 കുറക്കണം 0 5 ഇല്ലേ? 7 4 വർഷം 3, 8 4 വർഷം 4, 2 2 വർഷം 2 0. ഇപ്പൊ 435 കിട്ടി. അപ്പൊ ഇതിപ്പോ ഒരു ഏകദേശം രണ്ടിലെത്തില്ലേ? 435 488 പോവില്ലല്ലോ. അപ്പൊ നമ്മൾ 5-ന് ഇവിടെ പോയിന്റ് എടുത്തു, ഇവിടെ ഒരു 0 എടുത്തു. 4350. 4350 എന്ത് എത്ര പ്രാവശ്യം പോകും നോക്കുക. അത് നോക്കാൻ എന്ത് ചെയ്താൽ മതി? 488 10 പ്രാവശ്യം പോയി 4880 പോലെ. 4880 10 പ്രാവശ്യം അല്ലേ? അപ്പൊ 9 പ്രാവശ്യം പോകണം നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്ന് ഒരു 488 കുറച്ച് വെക്കാം. 488 കുറച്ച് വെക്കാം. അല്ലെങ്കിൽ 9 കൊണ്ട് ഗുണിച്ചാൽ 488 × 9 ചെയ്താലും മതി. സിമ്പിൾ എളുപ്പമായിക്കൊണ്ട് നമുക്ക് 10 നമ്മൾ ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ, 2 ഇവിടെ 7 ഉണ്ടാവുള്ളൂ. 7 അതുപോലെ തന്നെ 7 4 4392. 4392 വേണം 9 പ്രാവശ്യം പോകണമെങ്കിൽ. ഇത് 4350 ഉള്ളൂ. മനസ്സിലായി? 9 പ്രാവശ്യം പോലെ 8 പ്രാവശ്യം 5.8 ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് കുറേ ഉണ്ട്. ഇനി 848 488 നമ്മൾ ചെയ്തു. പക്ഷെ നമുക്ക് ജസ്റ്റ് രണ്ട് സംഖ്യ മതി. 5.8 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അല്ലെ? 48.8-നെ 287.5-ലേക്ക് എത്തുമ്പോൾ 5.8 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 5 ഇരട്ടിയൊക്കെ ഏകദേശം 6 ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത്. 5.8 എട്ട് എക്സ് ഇട്ട് എടുത്താലും 5.8 എക്സ് തവണ 5.8 തവണ വർദ്ധിച്ചിട്ടുണ്ട് 1990-ൽ നിന്ന് 2020-ലേക്ക്. ഇനി അടുത്ത അപ്പൊ ഞാൻ മിൽക്കിന് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 5.8 അവിടുത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റിൽ നമുക്ക് കണ്ടത് ഹയസ്റ്റ് ഗ്രോത്ത് ആണ് വേണ്ടത്. അപ്പൊ മിൽക്കിൻ്റെത് എത്ര കിട്ടി? മിൽക്കിന്റെ നമ്മളിവിടെ എഴുതിയ ജസ്റ്റ് എത്രയാണ്? 5.8. 5.8. ഇനി നിങ്ങളെ പണിയാണ് ഫുഡ് ഗ്രെയിൻസ്, മീറ്റ്, ഫിഷ് ആൻഡ് എഗ്സ്, ഷുഗർ കാണും. ഓക്കെ, ഇതിന് കൂടുതൽ സമയം ആവശ്യമുണ്ടാകുന്ന വിചാരിക്കണം. മിൽക്കിൻ്റെത് 990, അതായത് ഏത് പ്രസന്റ് ഇയർ 2020ആണ്. 2020 ഹരിക്കണം 990 അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 2020 അതിന്റെ ഡിമാൻഡ് എത്രയാണ് നോക്കുക. അതിനെ 990 ഡിമാൻഡ് കൊണ്ട് ഹരിക്കുക. ഫുഡ് ഗ്രെയിൻസ് അങ്ങനെ ടേബിൾ കാണിച്ചല്ലേ? ഫുഡ് ഗ്രെയിൻസ് ആട്ടോ വേണ്ടത്. ടേബിളിലെ ഫുഡ് ഗ്രെയിൻസിന് നോക്കാം. ഫുഡ് ഗ്രെയിൻസ് ഫസ്റ്റ് തന്നെ അല്ലേ? 1990-ലുള്ളത് 168.3 168.3. അത് പാസ്റ്റ് ഇയർ അല്ല, നമ്മൾ താഴെ ഇതാ പ്രസന്റ് ഇയർ എത്ര? 2020 എത്ര ഉണ്ട്? 350 ഉണ്ട്. 350.0 എന്ന് പറഞ്ഞാൽ 350. 350 ഇതാ ചെയ്ത് നോക്കാം. 350 ഹരിക്കണം 168.3. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. 350 ഹരിക്കണം 168.3. ഓക്കെ, ഇത് ചെയ്യാൻ കിട്ടുന്നില്ലല്ലേ? ഇവിടെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവുന്ന വെച്ചാൽ മേലെ മേലെ 350 പോയിന്റ് ഇല്ലാത്ത സംഖ്യയാണ്. താഴെ 168.3 പോയിന്റ് ഉള്ള സംഖ്യയിലെ അപ്പൊ ഹരിക്കാൻ എന്താ ചെയ്താൽ മതി വെച്ചാൽ രണ്ടിനും ഒരു സംഖ്യ ഉണ്ട്. ഈ 168.3-ലെ ഇപ്പൊ എന്താ പറയാ പോയിന്റ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഒരു സംഖ്യക്ക് മുമ്പല്ലേ പോയിന്റ്. അപ്പൊ ഒരു പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. ഒരു പൂജ്യമുള്ള സംഖ്യയാണ് 10 കേട്ടോ. 2 പോയിന്റ് ആകുമ്പോൾ 100 കൊണ്ട് ഗുണിക്കേണ്ടി വരും. 3 പോയിന്റ് ഒഴിവാക്കണമെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കേണ്ടി വരും. എത്ര പൂജ്യമാണോ അത്ര പൂജ്യം ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ എന്തത് ഒരു സംഖ്യ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 1000 പോയിന്റ് പോകുമ്പോൾ 1683 ആവും. അപ്പൊ പക്ഷെ താഴെ മാത്രം 10 കൊണ്ട് ഗുണിച്ച കാര്യമല്ല, മേലെയും ഗുണിക്കണം. എന്നാലേ നീതി നടപ്പിലാകണ്ടേ? അപ്പൊ മേലെയും 10 കൊണ്ട് ഗുണിച്ചുമ്പോ 350. 10 വരുമ്പോ ഒരു പൂജ്യം ഇട്ട് എടുക്കുക. 3500. പിന്നെ 3500 ഹരിക്കണം 1683 ചെയ്യാം കേട്ടോ.
നിങ്ങൾ ചെയ്യണ്ടല്ലേ, ചെയ്യുന്ന ആൾക്കാരെന്ന് ചാറ്റ് ബോക്സിൽ എസ് എന്ന് അറിയിക്ക്. ഇത് പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന ആൾക്ക് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ ചെയ്യണേ. ആ ഓക്കെ ഓക്കെ, ഓരോരുത്തർ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യട്ടോ. ഓക്കെ, ഇതിൽ ഒരാൾക്ക് 2.1 കിട്ടി, ഒരാൾക്ക് 2.0 കിട്ടി. നമുക്ക് ചെയ്ത് നോക്കട്ടോ. നമുക്ക് ചെയ്യാം. എല്ലാവരും ചെയ്യണേ. ഏതെല്ലാം ചെയ്ത് നോക്കട്ടോ, നമ്മൾ ചെയ്ത് നോക്കാം. നിങ്ങൾ ബാക്കിയുള്ള കൂടെ ചെയ്തോളി. എന്താ പറയുക, 3500 അല്ലേ ഇവിടെ ഇതട്ടോ, മേലുള്ള സംഖ്യ ഇതിന്റെ ഉള്ളിൽ എഴുതാ. ഞാൻ ആർക്കും മാറതട്ടോ. 1683 എഴുതത്, മേലുള്ള സംഖ്യ ഉള്ളിൽ എഴുതാം. എന്നിട്ട് എങ്ങനെ പോലും 1683 1600 ഇവിടെ എഴുതി. ഇനി നമ്മൾ 3500 എത്ര 1683 ഉണ്ടാവും? ഒന്ന് എന്തായാലും ഉണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവും നോക്കാം. 1683 ഇൻറ്റു 2 ചെയ്താൽ 1683 1683 നമ്മൾ കൂട്ടിയാൽ മതി. അതൊക്കെ സെയിം തന്നെ. നമുക്ക് ഏതാണോ സിമ്പിൾ ചെയ്യാം കേട്ടോ. രണ്ടെണ്ണം ഗുണിക്കുക, അല്ലെങ്കിൽ ഒന്ന് അത് തന്നെ കൂട്ടുക. 6 3 3 അല്ലേ, 3366. ഓക്കെ, 3366 രണ്ട് പ്രാവശ്യം ആകുമ്പോൾ, അതിൽ കുറേ ആൾക്കാർക്ക് പല ആൻസർ കിട്ടും. നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കാൻ അത്യാവശ്യം മനസ്സിലായില്ലേ. ഓക്കെ, 3366 രണ്ട് പ്രാവശ്യം. ഒരു മിനിറ്റ്. ആ ഓക്കെ, ഒരു പ്രാവശ്യം പോകുന്നുണ്ട്, രണ്ട് പ്രാവശ്യം പോകുന്നുണ്ട്. രണ്ട് പ്രാവശ്യം പോയാൽ 3366. അപ്പൊ രണ്ടും ഇവിടെ ചെയ്തിട്ട് 3 പ്രാവശ്യം എന്തായാലും പോലല്ലോ. 3 പ്രാവശ്യം എന്തായാലും പോകില്ല. 3366 കഴിഞ്ഞ് ഒരു 1683 കൂട്ടുമ്പോൾ അത് 5000ന്റെ അടുത്തെത്തും. 5000 കിടക്കും അല്ലേ. അപ്പൊ രണ്ട് പ്രാവശ്യം പോകുള്ളൂ. 2683 എത്രയാണ്? 3300. ഓക്കെ, 66. 3366ആണ്. ഓക്കെ, ഇപ്പൊ പലർക്കും പല ആൻസർ നമ്മൾ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കുറച്ച് നോക്കാം. 4 3 1 134 അല്ലേ, 134. അപ്പൊ ഇവിടെ 134 ആയപ്പോ 134 എന്തായാലും 1683 ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ പൂജ്യം എടുത്തു. പൂജ്യം ഇടുമ്പോൾ തന്നെ ഇവിടെ പോയിന്റ് സാർ ഇടും. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ആ ഓക്കെ ഓക്കെ, ചോദിക്കാം. 1683 3500 കൊണ്ടല്ലേ ഹരിക്കണ്ടത്, ആ അല്ലാതെ 3500 തിരിച്ചല്ലല്ലോ. എങ്ങനെ? 350/168.3 എന്നല്ലേ വരുന്നത്. അതെ അതെ അതെ. അപ്പൊ മുകളിലുള്ള സംഖ്യയാണ് ഉള്ളിൽ എഴുതുക കേട്ടോ. മുകളിലുള്ള സംഖ്യ ആയിരിക്കും. നിങ്ങൾ 1/2 നമ്മൾ ഹരിക്കുമ്പോൾ എങ്ങനെ ചെയ്യാ? രണ്ടിന് ഉള്ളിലിട്ടാൽ എങ്ങനെ ശരിയാവില്ലല്ലോ. ഒന്നിനാണ് ഉള്ളിലിടുക, മുകളിലുള്ള സംഖ്യ ഇതിന്റെ ഉള്ളിലിടുക കേട്ടോ. താഴെ സംഖ്യ രണ്ടിൽ പുറത്തു വിടും. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെ ഡൗട്ട്സ് എടുക്കാൻ ചോദിക്കട്ടോ, കുഴപ്പമില്ലേ. അപ്പൊ ഇവിടെ ഒരു ജസ്റ്റ് ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് 3500നെ 3366 വെച്ചപ്പോ 134 കിട്ടി അല്ലെ. 134 കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. 134 കിട്ടി. 134 കിട്ടിയപ്പോ 134 എന്താവില്ല, 1683 പോകത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? മുകളിലൊരു പോയിന്റ് ഇട്ട് കൊടുത്തു. മുകളിലൊരു പോയിന്റ് എടുത്തു, രണ്ടിന് ശേഷം ഒരു പോയിന്റ് എടുത്തു. ഇവിടെ ഒരു പൂജ്യം ഇട്ട് കൊടുത്തു. അപ്പൊ 1340 എത്തി. ഈ 1340 എത്ര 1683 ഉണ്ട്? ഒന്നുമില്ലല്ലോ, ഒറ്റൊന്നുമില്ല. അപ്പൊ അതിലും പോകൂല. അപ്പൊ ഇവിടെ ഒരു പൂജ്യം മാറ്റി കൊടുക്കുക. ഓക്കെ, ഇവിടെ പോയിന്റ്, ഇനി ഇവിടെ പോയിന്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇനി പോയിന്റ് അല്ല കേട്ടോ. ഒരു ഫസ്റ്റത്തെ പൂജ്യം ഇടുമ്പോൾ പോയിന്റ് ഇടാം. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പൂജ്യം ഇടുമ്പോൾ ഇവിടെയും പൂജ്യം ഇട്ട് കൊടുക്കുക. ആദ്യമൊക്കെ ഇയാൾ സഹിച്ചു കൊടുക്കും, ഒരു പോയിന്റ് കൊണ്ട് മതിയാക്കും. പക്ഷെ താഴെ പിന്നെ ഒരു പൂജ്യം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ്, മുകളിൽ ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം. അപ്പൊ 2.0 ഇനി 13,400 എത്ര 1683 ഉണ്ടെന്ന് നോക്കണം. 1683 10 പ്രാവശ്യം പോവുകയാണെങ്കിൽ 16,080, എന്താ പറയാ 830 ഉണ്ട്. 10 പ്രാവശ്യം ആകുമ്പോൾ അല്ലെ പൂജ്യം കൊടുത്താല്. പക്ഷെ 13,400 അല്ലേ. അപ്പൊ ഒരു 10 പ്രാവശ്യം ഇതാകുമ്പോൾ ഒരു 7 പ്രാവശ്യം നോക്കാം. ജസ്റ്റ് 7 നോക്കാം, നമ്മൾ ഏകദേശം നോക്കാം. 1683 7 കൊണ്ട് ഗുണിച്ച് നോക്കാം. 7 കൊണ്ട് ഗുണിച്ച് നോക്കാം. 21 8 എത്രയാണ്? 86 അല്ലേ. 86. ഇവിടെ 8 രണ്ട് സിസ്റ്റം അല്ലേ. 8 5 സിസ്റ്റം.
ആറ് ഏഴ് എത്രയാണ്? ആറ് ഏഴ് എന്ന് പറഞ്ഞാൽ 42. 42ക്ക് എത്ര ശിഷ്ടം ഉണ്ടായിരുന്നു? അഞ്ചല്ലേ അതിന് ശിഷ്ടം? 47 കൂട്ടി. പിന്നെ 4 11 അല്ലേ? 11,781. ഇതന്നെയല്ലേ? ഇതന്നെയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. 11,781. നിങ്ങളൊന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കട്ടോ. എനിക്ക് കിട്ടി 11,781 തന്നെ അല്ലെന്ന് നോക്കുക. ഓക്കെ. ഈ 11,781 7 പ്രാവശ്യം, ഇനി 8 പ്രാവശ്യം പോകും നോക്കാം. ഏതാ കൂട്ടേണ്ടത്? 1,368, 1,683 1,683 8 പ്രാവശ്യം. 4 6 4, അതുപോലെ തന്നെ 2 3 1. 13,464 ഉണ്ട്. ഇവിടെ നമുക്ക് 13,400 ഉള്ളൂ. 13,464 വരുന്നുണ്ട് 8 പ്രാവശ്യം പോകുമ്പോൾ. അപ്പൊ 8 പ്രാവശ്യം പോലെ 7 പ്രാവശ്യം പോകുള്ളൂ. അപ്പൊ 7 എടുത്തു. ഓക്കെ. 2,07. 2,07. ഏകദേശം കൂടുതൽ ആളുകൾ 2,07 തന്നെ ചെയ്തിട്ടുള്ളത്. 2,07 കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത്. ഏങ്ങനെ മനസ്സിലായില്ലല്ലേ? 0 എന്നത് 134 കിട്ടിയത് കുറച്ചപ്പോ. അപ്പൊ അതിൽ പോവാത്തോണ്ട് നമ്മളൊരു പോയിന്റ് എടുത്തു. മേലെ ഇവിടെ 0 എടുത്തു. 1,340. അതിലും 1,683 പോവാത്തോണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഒരു 0 പോയിട്ട് എടുത്തു. അപ്പൊ മേലെ ഒരു 0 എടുത്തു. അപ്പൊ 13,400. 13,400 എത്ര 1,683 നമ്മൾ നോക്കും. 7 എണ്ണാണ് ഉള്ളത്. 7,683 പറഞ്ഞാൽ എത്രയാണ്? 11,780. നമുക്ക് എത്ര? രണ്ട് പോയിന്റിന് ശേഷം രണ്ട് സംഖ്യ, ഒരു സംഖ്യയിൽ രണ്ട് സംഖ്യ കണ്ടെത്തിയാൽ മതി കേട്ടോ. കുറെ പോണ്ട. അപ്പൊ ഇവിടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2,07 ആണ്. 2 പോയിന്റ്. ഇത് നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ കേട്ടോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറേ സമയം ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇത് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം വേണം, അത്രേ ഉള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് എക്സാം ഹോളിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് 2 മിനിറ്റ് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം ആവശ്യമുള്ളൂ. അപ്പൊ ഫസ്റ്റത്തിൽ ഗ്രോത്ത് റേറ്റ് നമുക്ക് 5,8 കിട്ടിയിരുന്നു. ഇവിടെ ഗ്രോത്ത് റേറ്റ് ആകെ 2,07 ഉള്ളൂ. അപ്പോൾ ഇതില് രണ്ടാമത് പറഞ്ഞതാണ് ഫുഡ് ഗ്രെയിൻസിൽ അത്ര ഉഷാറില്ല. അപ്പൊ അത് പോരാ. അതിൽ ഗ്രോത്ത് റേറ്റ് കുറവാണ് മിൽക്കിനെ അപേക്ഷിച്ച്. ഇനി നമ്മൾ മീറ്റ്, ഫിഷ് ആൻഡ് എഗ് ഞാൻ ചെയ്യണില്ല. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്തത് കാണിച്ചു തരാം. കാരണം വെച്ചാൽ നമ്മൾ ഏകദേശം 8:46 സമയം. അപ്പൊ ഇനി ഇങ്ങനെ ചെയ്താൽ നമുക്ക് ടൈം എടുക്കുമല്ലോ. ഓക്കെ. ഇത് മിൽക്കിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 48.8 257 ഹരിച്ചപ്പോൾ 5.89 കിട്ടി. 5.89 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് 2024 ഡിമാൻഡ്. എന്നാൽ ഫുഡ് ഗ്രെയിൻസിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ആകെ 2.08. നമ്മൾ 2.07 കിട്ടിയത്. അതെന്താ 0.8 എങ്ങനെ വന്നു വെച്ചാല് 2.07 നമുക്ക് കിട്ടിയത്. ഈ 0.7 ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ ആ ഗുണനം ഇങ്ങനെ ചെയ്തു പോയാൽ ചിലപ്പോ 8 ശേഷം 9 അപ്പൊ നമ്മൾ റൗണ്ട് ആക്കിയിട്ട് ഈ 78 റൗണ്ട് ആക്കിയിട്ട് 80 ആക്കും. അതാണ് 2.08 എന്ന് പറയുന്നത് കേട്ടോ. 2.078 അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ 78 നമ്മൾ റൗണ്ട് ആക്കിയിട്ട് 80 ആക്കും. 2.08 എന്ന് പറയും. ഓക്കെ. റൗണ്ട് ആക്കിയതാണ്. കറക്റ്റ് 2.07 ആണ്. ഏഴിന് ബാക്കിയുണ്ടേ അവിടെ നിർത്തി. അപ്പൊ റൗണ്ട് ആക്കിയിട്ട് 0.08 എന്ന് പറഞ്ഞത്. അടുത്ത അടുത്ത ഇനി എന്താ വെച്ചാല് മീറ്റ്, ഫിഷ്, എഗ് കേട്ടോ. 1990 എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്? 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 2020 228.3 അപ്പൊ ഹരിക്കാൻ എന്താ ചെയ്താൽ മതി? ഈ പോയിന്റ് ഒഴിവാക്കി നമ്മൾ 10 വിളിച്ചുമ്പോൾ 283 ആവും. അപ്പൊ ഇവിടെയും 10 വിളിക്കുമ്പോൾ ഇവിടെ 30 ആവും. അപ്പൊ 283 ഹരിക്കണം 30 അല്ലെ? 30 നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. ഏകദേശം എന്താ പറയുക 7 വരുന്നുണ്ട് അല്ലേ? 7 3 7 സോറി. 28 എത്ര പ്രാവശ്യം ഉണ്ട്? 9 പ്രാവശ്യം 3 ആവും അല്ലെ? 9 3 27. ബാക്കി ഒന്നിന് പോകില്ല. അപ്പൊ ഈ 3 ഇറക്കിയത് 13 എത്ര പ്രാവശ്യം പോകണ്ടേ? 13 എത്ര പ്രാവശ്യം പോകണ്ട്? 3. സോറി 30 കേട്ടോ. സോറി. ഇതിന് ഫസ്റ്റ് തെറ്റി അല്ലെ? 3 30. അപ്പോൾ 28 30 പോകില്ല. 283 എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം ഉണ്ട്. 9 9 30 എത്ര? 277. 270 ശിഷ്ടം 13. 13 30 പോലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 0 എടുക്കും, ഇവിടെ ഒരു പോയിന്റ് എടുക്കും. 9 പോയിന്റ് എത്രയാണ്? 13 ഏകദേശം 4 പ്രാവശ്യം പോകും. 4 30 120 അല്ലെ? ബാക്കി ഇഷ്ടം അപ്പൊ മതി. അപ്പൊ 9.4. അപ്പൊ ഇവിടെ എത്ര വർദ്ധിച്ചത്? 9.4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. മീറ്റ്, ഫിഷ്, എഗ്ഗില് 990 3%, 3.0 ആയിരുന്നു. 2021 28.3 അപ്പൊ ഇവിടെ എത്ര വർദ്ധിച്ചിട്ടുണ്ട്? 9.4 ഇരട്ടി ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിലവിലെ ടോപ്പ് എന്ന് പറയുന്നത് മീറ്റ്, ഫിഷ്, എഗ്ഗാണ്. ഇനി നമുക്ക് സീന്റെ നോക്കാം. സോറി, ഓപ്ഷൻ ഡി ഏതാണല്ലേ? ഓപ്ഷൻ ഡി ഏതല്ലേ?
ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഷുഗറാണ്. ഷുഗർ 9.6 നിന്ന് 23.1, ഒരു ഇരട്ടിയിൽ രണ്ടര ഇരട്ടിയൊക്കെ വർദ്ധിച്ചിട്ടുള്ളൂ അല്ലേ. 2.41 അവിടുത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്, മീറ്റ്, ഫിഷ്, എഗ്ഗിനാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉള്ളത്. എത്രയാണ്? 9.43. ഏറ്റവും ഇവിടെ 2.08 ഇവിടെ 5.89 ഷുഗറിൽ 2.41. ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സി, മീറ്റ്, ഫിഷ്, എഗ്. അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ മൂന്ന് മൂന്ന് ക്വസ്റ്റിനോട് ചെയ്ത് കഴിഞ്ഞിട്ടു. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർസ് ഓഫ് കമ്മോഡിറ്റി, ഏത് സാധനങ്ങളുടെ ജോഡിക്കാണ് ദ റേഷ്യോ ഓഫ് ഡിമാൻഡ് ഇസ് ഹയസ്റ്റ് ഇൻ 2020 ഇവർ തമ്മിലുള്ള ഡിമാൻഡിന്റെ റേഷ്യോ കൂടുതലുള്ളത് നോക്കണം. അപ്പൊ 2020 നോക്കാം. 2020 ഫുഡ് ഗ്രെയിൻസും മിൽക്കിന്റെയും റേഷ്യോ നോക്കാം. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് അതേപോലെ തന്നെ കേട്ടോ. ഏതിലാണ് ഏറ്റവും കൂടുതൽ? നേരത്തെ ചോദിച്ചിരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/3, റേഷ്യോ 1/3യേക്കാളും കുറവുള്ളത്, അതായത് 0.33 കുറവുള്ളത്. ഇവിടെ ആലോചിക്കുന്നത് ഇവകൾ തമ്മിൽ 2020 ഫുഡ് ഗ്രെയിൻസും 2020 മിൽക്കും തമ്മിലുള്ള റേഷ്യോ കാണാം. അത് 2020 മീറ്റ്, ഫിഷ്, എഗിന്റെയും ഷുഗറിന്റെയും റേഷ്യോ കാണാം. 2020 മിൽക്കിന്റെയും വെജിറ്റബിളിന്റെയും റേഷ്യോ കാണാം. 2020 മീറ്റ്, ഫിഷ്, എഗിന്റെയും എഡിബിൾ ഓയിലിന്റെയും റേഷ്യോ കാണാം. ഈ റേഷ്യോ കാണുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഈ നാലെണ്ണത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് സംഖ്യ കിട്ടുമല്ലോ. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ് നോക്കുക, ഹയസ്റ്റ് റേഷ്യോ ഏതിലാണ് നോക്കുക, അതായിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കാം. ഫുഡ് ഗ്രെയിൻസും മിൽക്കും നോക്കാം നമുക്ക് ആദ്യം അല്ലെ. ഫുഡ് ഗ്രെയിൻസും മിൽക്കും നിങ്ങൾക്ക് ടേബിളും ക്വസ്റ്റിനും ഒരു സമയത്ത് കാണാനല്ലേ. എക്സാം ഹോളിൽ കാണാൻ പറ്റും. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ടേബിളും ക്വസ്റ്റിനും ഒരുമിച്ച് കാണാൻ പറ്റും. നമ്മളെ PPT രണ്ടു ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അത് ഫുഡ് ഗ്രെയിൻസും മിൽക്കും തമ്മിലുള്ള റേഷ്യോ കാണാം. 2020 കേട്ടോ, ഫുൾ 2020. ഫുഡ് ഗ്രെയിൻസും മിൽക്കും 2020 ഫുഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2020 ഫുഡ് ഗ്രെയിൻസിന് മേലെ ചെയ്താ ആദ്യം ഏതാ പറഞ്ഞത്? അതാ മേലെ ചെയ്ത കേട്ടോ. ഫുഡ് ഗ്രെയിൻസ് ആദ്യം പറഞ്ഞത്, മിൽക്ക് രണ്ടാമത് പറഞ്ഞല്ലേ. അപ്പോൾ ഫുഡ് ഗ്രെയിൻസ് നമ്മൾ മേലെ ചെയ്തും മിൽക്കിനെ താഴെ ചെയ്തും. 2020 ഫുഡ് ഗ്രെയിൻസ് വരുന്നത് 350ആണ്. 350ആണ് ഫുഡ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. എന്നാല് മിൽക്കോ താഴെ, മിൽക്കല്ലേ ഫുഡ് ഗ്രെയിൻസ്, മിൽക്കല്ലേ വേണ്ടത്. മിൽക്ക് എന്ന് പറയുന്നത് 2020 287ആണ്. 287. ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ റേഷ്യോ കിട്ടും. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കില്ലല്ലോ. ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ ആൻസർ ഇവിടെ തന്നെ പറയാം. അതിനൊക്കെ നന്നാവും, സമയം ലാഭിക്കാനുള്ളൊരു ഒരു ഇതായിട്ട് പറയട്ടെ. നിങ്ങൾക്ക് ചെയ്യട്ടെ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആൻസർ പറയാം. അപ്പൊ 350:287 ഹരിക്കും എത്ര ഇട്ടുണ്ട് സംഖ്യ? ഈക്വൽ ടു എത്രയാണ്? 1.21. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1.21 ആണ് റേഷ്യോ. ഏത് തമ്മിലുള്ള? ഫുഡ് ഗ്രെയിൻസും മിൽക്കും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1.21 ആണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ചെയ്തു. ഇനി അപ്പൊ അപ്പൊ ഇനി അടുത്ത ചെയ്ത് നോക്കാം. ഓപ്ഷൻ എയിൽ കിട്ടിയിട്ടുള്ളത് 1.21 കേട്ടോ. നമ്മൾ ഇവിടെ എഴുതി വെക്കുക. 1.21 ആണ് ഇവിടുത്തെ ഗ്രോത്ത്, ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് 1.21 ആണ്. ഇനി നമ്മളെ മീറ്റ്, ഫിഷ്, എഗിന്റെയും ഷുഗറിന്റെയും കാണാം. മീറ്റ്, ഫിഷ്, എഗ് ഇതാകണം ഇവിടെ ഉണ്ട് കേട്ടോ. മീറ്റ്, ഫിഷ്, എഗിൻ്റെത് ഇവിടെ ഉണ്ട്. ഈ 2020 അതുപോലെ തന്നെ അതും ഷുഗറും അല്ലെ 23.1. ഇത് തമ്മിലുള്ള റേഷ്യോ കാണാം. എല്ലാവരും കണ്ടാണ്. ആദ്യം ചോദിച്ചുള്ളത് മീറ്റ്, ഫിഷ്, എഗ് ആണ്. അപ്പൊ അതിന് മേലെ ചെയ്തു 28.3 മേലെ ചെയ്തു. പിന്നെ വെച്ചുള്ളത് ഷുഗറാണ് 23.1. അത് നമ്മൾ താഴെ ചെയ്തു. ഇത് നമ്മൾ റേഷ്യോ. എല്ലാം ചെയ്യട്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യണില്ലേ? 28.3, 23.1. പോയിന്റ് ഒഴിവാക്കാൻ എന്താ 10 കൊണ്ട് വിളിച്ചാൽ മതി. ഇവിടെ 10 കൊണ്ട് വിളിച്ചുമ്പോൾ 283 ആവും. 10 ഗുണിക്കുമ്പോൾ 231 ആവും.
ഓക്കെ, രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഓപ്ഷൻ സി. അപ്പൊ ഇവിടെ എത്ര കിട്ടിയത്? 1.2 ആണ് കിട്ടിയത് അല്ലേ? ഹലോ, ഇവിടെ രണ്ടുപേരെ ശ്രദ്ധിക്കുക. മലൂഫ നന്ദന ശ്രദ്ധിക്കണം വെച്ചാൽ നേരത്തെ കിട്ടിയത് 1.21 ആണ് അല്ലേ? അതായത് 1.2 ആണ്, അതിന് ശേഷം 1 ഉണ്ട്. ഇവിടെയും 1.2 ആകുമ്പോഴേ ടുവിന് ശേഷമുള്ളത് ഒന്നും കൂടെ കാണണം നന്നാവട്ടോ. 1.2 മാത്രമേ ഉള്ളൂ അല്ലല്ലോ? ടുവിന് ശേഷമുള്ള സംഖ്യ കൂടെ കാണണം. അല്ലെങ്കിൽ ഈ ഓപ്ഷൻ എയും ബിയും ഒരേപോലെ തന്നെയാണ്. ഓപ്ഷൻ എയിലും 1.21 ആണ്. നമ്മൾ 1.2 നിർത്തിയാൽ ടുവിന് ശേഷം ഒരു സംഖ്യ ഉണ്ടല്ലോ, പൂർണ്ണസംഖ്യ അല്ലല്ലോ. ടുവിന് ശേഷം നമ്മൾ ചെയ്ത് നിർത്തരുത്. ഒരു സംഖ്യ കൂടെ കണ്ടെത്തട്ടോ. എന്നാലേ ഇതൊരു വലുതേതെന്ന് കണ്ടെത്താൻ അറിയാൻ പറ്റുള്ളൂ. 1.2 മാത്രം പോരാ, നിർത്തും. ചിലയിടത്ത് നമുക്ക് പോയിന്റിന് ശേഷം ഒരു സംഖ്യ കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ കിട്ടിയാൽ നമുക്ക് കൺഫ്യൂഷൻ. ഓക്കെ, 1.22 കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമ്മളെ ഓപ്ഷൻ അടുത്ത മീറ്റ് ഷുഗർ. ഇനി മിൽക്കും വെജിറ്റബിളും കാണട്ടെ. 2020 മിൽക്ക് ആൻഡ് വെജിറ്റബിൾ. 2020 മിൽക്ക് അതുപോലെ തന്നെ വെജിറ്റബിൾ എന്ന് കാണാം. ആദ്യം ചോദിച്ചതിന് മേലെ എഴുതണം, പിന്നെ ചോദിച്ചതിന് താഴെ എഴുതണം. മിൽക്കാണ് ആദ്യം വന്നത്, പിന്നെയാണ് വെജിറ്റബിൾ പറഞ്ഞത്. നമ്മളിനി ഈ ഒരു ക്വസ്റ്റിനും കൂടി ചെയ്താൽ നമ്മൾ ഡാറ്റ ഇംപ്ലിമെന്റേഷൻ കൂടെ കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നമുക്ക് മാത്സ് ആണ്. മാത്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കുറച്ച് ആസ്പെക്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങളും കൂടെ ഞാനും ചെയ്യണ്ടേ? ഓക്കെ, 1.6 അല്ലേ? Okay. അടുത്തോടെ കണ്ടോളൂ കേട്ടോ. മീറ്റ്, ഫിഷ്, എഗ്ഗ്, അതിന് എഡിബിൾ ഓയിൽ. മീറ്റ്, ഫിഷ്, എഗ്ഗ് എന്ന് പറയുന്നത് നാലാമത്തെ ഓപ്ഷന്. മീറ്റ്, ഫിഷ്, എഗ്ഗ് എന്ന് പറയുന്നത് എന്താ പറയുക 28.3 അതിന് എഡിബിൾ ഓയിൽസ്. എഡിബിൾ ഓയിൽസ് അപ്പൊ 28.3 ആദ്യം എഴുതണം കേട്ടോ. 28.3 ആദ്യം എഴുതണം. ഇനി എഡിബിൾ ഓയിൽസ് എന്ന് പറയുന്നത് താഴെ എഴുതണം. 14.3 അല്ലേ?
ഇതിന് ആൻസർ നിങ്ങൾ കണ്ടെത്തട്ടോ, ഞാൻ പറയണ്ടേ. ഓക്കെ. 283 ഹരിക്കണം 143 അങ്ങനെ വരാം. പോയിന്റ് ഒഴിവാക്കുമ്പോൾ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 283 മുകളിൽ വരും, താഴെ 143. അത് ആൻസർ ചെയ്യുമ്പോൾ 1.97. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കട്ടോ, 1.97. അപ്പോൾ ഓരോന്ന് അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? 4 എണ്ണത്തിന് നമ്മൾ കണ്ടെത്തോ. 4 ഓപ്ഷന് കണ്ടു. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, നന്ദന കണ്ടെത്തിയില്ലേ? ഓക്കെ, ഗുഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിച്ചാൽ ഹയസ്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഹയസ്റ്റ് ഇവിടെ കിട്ടിയില്ലേ? 4 എണ്ണത്തിന് കണ്ടു. അതിൽ ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെ, നമ്മൾ അത് ഡാറ്റ 2023 ഡാറ്റകളൊക്കെ നമുക്ക് ആവശ്യമുള്ള ഡാറ്റകളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചു. എന്നിട്ട് അത് ചെയ്തു, ഫുഡ് ഗ്രെയിൻസും മിൽക്കുള്ള നോക്കി 1.21 ആണ്. എന്നാൽ മീറ്റ്, ഫിഷ് ആൻഡ് എഗ് ഉള്ളതും ഷുഗർ നമ്മൾ നോക്കുമ്പോൾ 1.22 ആണ്. പിന്നെ മിൽക്കും വെജിറ്റബിൾസ് നോക്കുമ്പോൾ 1.68 ആണ്. എന്നാൽ മീറ്റ്, ഫിഷ്, എഗ് അതിന് എഡിബിൾ ഓയിൽ നോക്കുമ്പോൾ 1.97 ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ഹയസ്റ്റ് എന്തായാൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റേഷ്യോ ഏത് റേഷ്യോ ആണ് ഹയസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതാണ് ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ റേഷ്യോ നല്ലോണം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം ഇപ്പൊ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരുന്ന എക്സാമത്തെ പ്രീവിയസ് ആണ്. റേഷ്യോ നല്ലോണം വരുന്നുണ്ട് ഈ ഒരു ഡാറ്റ ന്യൂട്രീഷനിൽ. റേഷ്യോ ആണെന്ന് സുഖമില്ല, നല്ല സുഖമാണ്. ഫസ്റ്റ് പറഞ്ഞതിന് മേലെ ഇതും, രണ്ടാമത് പറഞ്ഞതിന് താഴെ ഇതും. ഇത് നമ്മൾ ഹരിക്കും. ഹരിക്കുമ്പോൾ മേലുള്ളതിന് നമ്മൾ ഉള്ളിൽ ഇതാ, താഴെ പുറത്തു വയ്ത്തു. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കമ്മോഡിറ്റീസ് ഷോ ദ ലീസ്റ്റ് ആവറേജ് ഡിമാൻഡ് ഓവർ ദ ഡീക്കേഡ്സ് ഫ്രം 1990 ടു 2020? നമ്മൾ ഹയസ്റ്റ് ആവറേജ് കണ്ടില്ലേ? ലീസ്റ്റ് ആവറേജ് അല്ലേ? ആവറേജ് ആണ്. ഏറ്റവും കുറഞ്ഞ ആവറേജ് ഉള്ളത് 1990 നിന്ന് 2020 വരെ ഏറ്റവും കുറഞ്ഞ ആവറേജ് ഉള്ളത് ഏതിലാണ്? ഇപ്പൊ ഓരോ വർഷത്തെടുത്ത് നോക്കണം. 600 മുതൽ എല്ലാ വർഷത്തെടുത്ത് നോക്കുക, 4 വർഷത്തെടുത്ത് നോക്കുക. ഒരു 4 വർഷത്തെ ഡിമാൻഡ് എന്താ ചെയ്യുക? ആവറേജ് അല്ല വേണ്ടത്, ഏറ്റവും കുറഞ്ഞ ആവറേജ് ഉള്ളത്. നമ്മൾ ഷുഗറിന്റെ ടെസ്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? വിച്ച് ഓഫ് ദ ഫോളോവിങ് കമ്മോഡിറ്റി, ഏത് കമ്മോഡിറ്റിയാണ് ഇത് ഷോ ദ ലീസ്റ്റ് ആവറേജ് ഡിമാൻഡ്, ഏറ്റവും കുറഞ്ഞ ആവറേജ് ശരാശരി ഡിമാൻഡ് എവിടെ? ഓവർ ദ ഡിക്കേഡ്സ് ഫ്രം 1990 2020 എന്നല്ല പറയുന്നത്, 1990 മുതൽ 2020 വരെ. അപ്പൊ എല്ലാ വർഷവും നോക്കണം. 1990 നോക്കണം, 2000 നോക്കണം, 2010 നോക്കണം, 2020 നോക്കണം. 1990 മുതൽ 2020 വരെയുള്ള എല്ലാ വർഷത്തെയും ആവറേജ് ഡിമാൻഡിന്റെ ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഏതിലാണ് നോക്കണം. അപ്പൊ ഷുഗറിൽ നോക്കാം നമുക്ക്. അതെ, ഞാൻ ഷുഗറിൽ കാണിച്ചു തരാം. 1990 മുതൽ 2020 വരെ നോക്കണം കേട്ടോ. 4 വർഷമില്ലേ? 90, 2000, 2010, 2020. അപ്പൊ ഇത് 4 വർഷത്തെയും ഷുഗറിന്റെ ഡിമാൻഡ് കൂട്ടുക. ആവറേജ് കാണാൻ എങ്ങനെയാണ്? എത്ര സംഖ്യ ഉള്ളത് ആ സംഖ്യ നമ്മൾ കൂട്ടി ആൻസർ ബൈ, സോറി, കൂട്ടി ബൈ എത്ര സംഖ്യയുള്ളത്? 4 സംഖ്യയുള്ളത്. അപ്പൊ ഡിവൈഡ് ബൈ. അപ്പൊ നമുക്ക് ആവറേജ് കിട്ടും. ഷുഗറിന്റെ ആവറേജ് നമുക്ക് ചെയ്ത് നോക്കല്ലേ? 23.1 അല്ലെ? 0.1. അതുപോലെ തന്നെ 18.4, 18.4. അതുപോലെ തന്നെ 12.8, 12.8. അതുപോലെ തന്നെ 9.6. ഇത് അക്ഷരങ്ങളെ സ്ഥാനം മാറിയിടത്തെ പോയിന്റ് ഒക്കെ ഒരേ ഓട്ടത്തിനുണ്ടോ? 9.6. ഇനി ഇത് നമ്മൾ കൂട്ടി വെക്കല്ലേ? 1 4 5, 5 8 13, 13 6 19 അല്ലെ? ഇവിടെ 9 ഇട്ടു. പിന്നെ ഇനി നേരെ പോയിന്റിലുള്ള ഈ 1 ശിഷ്ടം മേലെ ഇട്ടു. 1 3 4, പിന്നെ 8 തൊട്ട് 12, 12 തൊട്ട് 14, 14 9 23. ഇവിടെ 3 ഇട്ടു കേട്ടോ. 3.9 ഇവിടെ 2 ശിഷ്ടം. 2 2 4, പിന്നെ 1 തൊട്ട് 5, 1 തൊട്ട് 6. 63.9 ടോട്ടൽ. 63.9 ടോട്ടൽ. ടോട്ടൽ കിട്ടിയ ആവറേജ് കിട്ടൂല. ടോട്ടൽ ബൈ എത്ര സംഖ്യ ഉള്ളത്? 4 സംഖ്യേന്റെ ടോട്ടൽ ഉള്ളത്. 63.9 ഹരിക്കണം 4 ചെയ്തൊക്കെ, ഹരിക്കണം 4 ചെയ്തൊക്കെ അവർക്ക് ആവറേജ് കിട്ടും. അപ്പൊ നമ്മള് മേലത്തെ സംഖ്യനുള്ളതും 63.4, 63.9 അല്ലേ? 4 4. അപ്പൊ 6 എത്ര 4 ഉണ്ട്? ഒരു 4, ഒരു 4, 4 ഇഷ്ടം 2, 2 പോലെ. അപ്പൊ 3 ഇറക്കി. 23 എത്ര ഉണ്ട്? 5 പ്രാവശ്യം പോലെ അല്ലെ? 5 4 20 ഇഷ്ടം 3. എന്ത് ചെയ്തു? ഈ പോയിന്റ് നമ്മൾ നേരെ മേലേക്ക് ചെയ്ത പോയിന്റ് ശേഷം 9 താഴത്തേക്ക് ചെയ്ത 39 എത്ര ഉണ്ട്? 9 പ്രാവശ്യം. 9 പ്രാവശ്യം. ഇപ്പൊ ഈ പോയിന്റിന്റെ ശേഷം 9 നമ്മൾ താഴത്തെ എഴുതുമ്പോൾ ഈ പോയിന്റ് നമ്മൾ നേരെ മേലെ കൊണ്ടുപോയി കേട്ടോ. പോയിന്റിന്റെ ശേഷം ഇങ്ങനെ താഴത്തേക്ക് ഇറക്കുമ്പോൾ പോയിന്റിന്റെ മുകളിലേക്ക് കയറ്റണം. 9 ഓർക്കുന്ന നമ്മൾ 9 നമ്മൾ ആ പോയിന്റ് നമ്മൾ മേലേക്ക് എത്തി 15 പോയിന്റ് ആക്കി. പിന്നെ 9 ഇറക്കി എഴുതി. 39 എത്ര 4 ഉണ്ട്? 9 4 36 അങ്ങനെ പോകും അല്ലെ? 36 ഇഷ്ടം 3, പിന്നെ നമ്മൾ 0 എടുക്കും. ആ നോക്കും. അപ്പൊ ഈ 15.9 ഇവിടുത്തെ ആവറേജ് നടക്കും. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഏതിൻ്റെ ഇതാണ് ലീസ്റ്റ് ആവറേജ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവുള്ളത് കണ്ടെത്തണം അല്ലെ? എല്ലാത്തിനും കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവുള്ളതാണ് കണ്ടെത്തേണ്ടത്. നമ്മളിപ്പോ ഇവിടെ ഇതിന് കണ്ടോ?
ഷുഗറിൻ്റെത് കണ്ടു. ഷുഗറിന്റെ 2090 മുതൽ 2020 വരെയുള്ള എല്ലാ വർഷത്തെയും കൂട്ടി എന്നിട്ട് ആ വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ ആവറേജ് കിട്ടി. ഷുഗറിൻ്റെത് കിട്ടി. ഇനി നമ്മൾ എഡിബിൾ ഓയിൽസും ഫ്രൂട്ട്സും മീറ്റും കാണണം. അപ്പോൾ എഡിബിൾ ഓയിൽസിന്റെ കാണണം കേട്ടോ, നിങ്ങൾ കാണണം. എഡിബിൾ ഓയിൽസിന്റെ എന്താ പറയുക ആവറേജ് 90-ല് 4.3 2000ലേക്ക് 6.3, 10.1, 14.3. ഇത് 4 വാല്യൂസും കൂട്ടുക, എന്നിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഡിബിൾ ഓയിൽസിന്റെ ആവറേജ് കിട്ടും. ഓക്കെ, ഇത് 4 കൂട്ടി വെക്കാം. 4.3, 6.3, 10.1, 14.3 കൂട്ടി വെക്കാം കേട്ടോ. കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നുണ്ട്? 35 വരുന്നുണ്ട്. 35. 35 നമ്മൾ ആവറേജ് 35 കണ്ടെത്തി നമ്മൾ. അത് ടോട്ടൽ അല്ലേ, സം അല്ലേ? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ലെറ്റ് ഇത് നമ്പർ. നമ്മളെ ഡിജിറ്റ് എത്ര എത്ര ഡിജിറ്റിന്റെ എത്ര സംഖ്യകളുണ്ട്? 4 സംഖ്യയുണ്ട്. അപ്പം 35 ഹരിക്കണം 4. 35 ഹരിക്കണം 4 ഇവിടെ ചെയ്ത് നോക്കാം. 35 ഹരിക്കണം 4. 3-ൽ 4 പോകില്ല. 35 നോക്കാം. 35-ൽ എത്ര 4 പോകും? 8 4 32 ആണ്. 9 4 36. അപ്പൊ 8 പോകും. 8 4 32 അല്ലേ? ഇഷ്ടം 3. പിന്നെ 3-ൽ 4 പോകില്ല. അപ്പം 30 കൊടുക്കും. കൂടെ പോകാൻ കൊടുക്കും. ഇപ്പൊ എത്ര 4 ഉണ്ട്? 7 4. 7 4 28. 7 4 28. ഇപ്പൊ എന്ത് ചെയ്യും? 8.7. ഓക്കെ, നന്ദനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഫാസ്റ്റ് ആക്കണം കേട്ടോ. എല്ലാവരും കുഴപ്പമില്ല. ചില ആളുകൾക്കെല്ലാം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 8.7 ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത്. നമുക്ക് ലീസ്റ്റ് ഏറ്റവും കുറവുള്ളല്ലേ കണ്ടത്. ഇനി അതുപോലെ തന്നെ ഇനി ഫ്രൂട്ട്സിന്റെ ഇതിന്റെ മീറ്റ് ഫിഷ് ആയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അത് നന്നാ തോന്നിട്ടോ, സമയം ലാഭിക്കണ്ട. ഓക്കെ, നമുക്ക് ട്രിക്ക് മനസ്സിലായില്ലേ? ആവറേജ് ആണ് എത്ര ഉള്ളൂ? ഷുഗറിന്റെ എല്ലാ വർഷത്തെയും കൂട്ടുക, എന്നിട്ട് ആ വർഷം കൊണ്ട് ഹരിച്ചു ആവറേജ് ഇട്ട് എന്നിട്ട് നമ്മൾ എല്ലാത്തിനെയും ആവറേജ് കണ്ടെത്തിയിട്ട് അതിൽ ഏറ്റവും കുറവുള്ളത് അതാണ് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഷുഗറിൻ്റെത് 15.9, അതുപോലെ തന്നെ എഡിബിൾ ഓയിൽസിൻ്റെ 8.75, ഇത്ര ഫ്രൂട്ട്സിനെ നോക്കുമ്പോൾ 40 ഉണ്ട്. ഓക്കെ, 40 ഉണ്ട്. മീറ്റ് ഫിഷിൻ്റെ ആവറേജ് 12.75. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ചെയ്ത് അതിലുള്ളത് എഡിബിൾ ഓയിൽസ് അല്ലേ? 8.75 ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, എഡിബിൾ ഓയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ക്വസ്റ്റ്യൻസ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, മാത്സിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൽ 3 സിമ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ 3 വരുന്ന ഏരിയകളാണ് ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, ആവറേജ്, പെർസെൻറ്റേജ് സംഭവങ്ങളൊക്കെ. അപ്പൊ അതിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ലെറ്റർ സീരീസ്. ഫസ്റ്റ് നമുക്ക് ലെറ്റർ സീരീസ് പരിചയപ്പെടാം, പിന്നെ പെർസെൻറ്റേജ്, ആവറേജ്. ആവറേജും പെർസെൻറ്റേജ് ഒക്കെ നമ്മളിവിടെ പഠിച്ചത് തന്നെയാണ്, ഡാറ്റയിൽ കൂടെ പഠിച്ചതാണ്. പക്ഷേ ഡയറക്റ്റ് ഈ സംഖ്യകളുടെ ആവറേജ് കാണാൻ അങ്ങനെയല്ല ചോദിക്കുക. ഈ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി, അപ്പോൾ ആവറേജ് മാർക്ക് എത്ര, അങ്ങനത്തെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു 4 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടോ എല്ലാവരും. ആരും ലെഫ്റ്റ് ആവരുത്. 4 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. നമുക്കൊരു 12 ഒക്കെ ആകുമ്പോൾ നമുക്ക് മാത്സിന്റെ സെഷൻ തുടങ്ങും. കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ, ഇത്രയൊക്കെ നമുക്ക് ലെങ്ത് വരില്ല. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന നിർബന്ധമുള്ള പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉപകാരപ്പെടും. കുറച്ചേരം വേണം വെയിറ്റ് ചെയ്യട്ടെ എല്ലാവരും. 4 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാം, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി വരെ എല്ലാവരും.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അടുത്ത നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നമുക്ക് ലെറ്റർ സീരീസ് നിങ്ങൾ ചെയ്യാനുണ്ടോ? പെട്ടെന്ന് ചെയ്യണം കേട്ടോ, പെട്ടെന്ന് നിർത്തുക. ഓക്കെ, ലെറ്റർ സീരീസ് ആണ്. വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ദ സീരീസ്? BDGKP. എല്ലാവരും ചെയ്യണേ. അടുത്ത ലെറ്റർ ഏതായാലും നമ്മൾ നമ്പർ സീരീസിനെ പോലെ തന്നെ ഇത് സാധനമാണ് ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. BDGKP. ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും? ഓക്കെ, നന്ദന ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കൂടെ എന്തൊക്കെയുള്ള മലൂഫ, റസീന, ഷാക്കിർ. ഒന്ന് ചിന്തിച്ചാൽ കിട്ടും കേട്ടോ. ഓക്കെ, ബി അല്ലേ. എന്താ വെച്ചാൽ എന്താ പറയാ, ബിയും ഡി നമ്മൾ ഡിഫറൻസ് എത്രയാണ്? ABCD. ഇവിടെ ഒരു സംഖ്യന് ഒരു ലെറ്റർ നമ്മളോട് സ്കിപ്പ് ചെയ്തു, ലെറ്ററിന്. ഈ ഡിന്ന് ജിയിലേക്ക് പോകുമ്പോൾ ABCD, ഇയും എഫും ഡി സ്കിപ്പ് ചെയ്തു, രണ്ട് സംഖ്യ സ്കിപ്പ് ചെയ്തു. പിന്നെ ജിയിൽ നിന്ന് കെയിലേക്ക് പോകുമ്പോൾ ABCDFG, HIJK. അപ്പൊ HIJ മൂന്ന് സംഖ്യ ഇവിടെ സ്കിപ്പ് ചെയ്തു, ഇതാണ് കെ എഴുതിയത്. ഈ കെയിൽ നിന്ന് പിയിലേക്ക് പോകാനാ എന്താ പറയാ, KLMN, അങ്ങനെ GHIJK. പിന്നെ LMNOP. LMNO. നാല് സംഖ്യ സ്കിപ്പ് ചെയ്തിട്ടാണ് പിയിലേക്ക് എത്തിയത്. ഇനി പിയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്ക് പോകണമെങ്കിൽ എത്ര സംഖ്യ സ്കിപ്പ് ചെയ്യേണ്ടി വരും? അഞ്ച് സംഖ്യ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പിയിൽ നിന്ന് അടുത്ത ലെറ്ററിലേക്ക് പോകാം. പിയിൽ നിന്ന് അടുത്ത സംഖ്യ അഞ്ച് ലെറ്റർ സ്കിപ്പ് ചെയ്ത് നോക്കാം. LMNOP അല്ലെ. QRSTU. അഞ്ച് സംഖ്യ സ്കിപ്പ് ചെയ്തു. അടുത്ത ആറാമത്തെ സംഖ്യ വി ആയിരിക്കും ഇവിടെ ഉത്തരം വരും. പിയുടെയും വിയുടെയും ഇടയിൽ അഞ്ച് സംഖ്യ ഉണ്ട്. QRSTU. അഞ്ച് സംഖ്യ സ്കിപ്പ് ചെയ്തു. ഇനി വിയിൽ നിന്ന് അടുത്തിലേക്ക് പോകുമ്പോൾ എന്താ കാര്യം? ഇനിയിപ്പോൾ ആറ് സംഖ്യ സ്കിപ്പ് ചെയ്യാനില്ല, ഇംഗ്ലീഷിലുള്ള ലെറ്റേഴ്സ് ഒക്കെ കഴിയും. പോട്ടെ, നമുക്ക് ഒരു സംഖ്യ ഉണ്ടെങ്കിൽ വി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഇവിടെ യു ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരു മിനിറ്റ്. പി QRSTU. വി ആണ് കേട്ടോ. അതിൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് മാറിയായിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. വി ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അടുത്ത അടുത്തെന്തായിരിക്കും? ഫൈൻ ദ നെക്സ്റ്റ് ലെറ്റർ ഇൻ ദ സീക്വൻസ്. ഇത് നേരെ റിവേഴ്സിലായിട്ട് വരുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ഈ സീക്വൻസിൽ അടുത്ത ലെറ്റർ കണ്ടെത്തുന്നത്. ഓക്കെ, ഒരാള് ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. സെഡിൽ നിന്ന് ക്യൂലേക്ക് അല്ലേ, സെഡിൽ നിന്ന് എക്സിലേക്ക്, XYZ അല്ലേ. ഇവിടെ ഒരു സംഖ്യ വിട്ടിട്ടുണ്ട്, ഒരു സംഖ്യ ഇവിടെ സ്കിപ്പ് ചെയ്തത്. ഇനി യുവിൽ നിന്ന് UVWX. യുവിൽ നിന്ന് എക്സിലേക്ക് രണ്ട് സംഖ്യ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സംഖ്യ യുവിൽ നിന്ന് ഇനി ക്യൂ ആക്കാം. ക്യൂവിൽ നിന്ന് യുവിലേക്ക് RSTU. അപ്പൊ RST മൂന്ന് സംഖ്യ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ ഏതൊരു സംഖ്യയിൽ നിന്ന് ക്യൂലേക്ക് എത്താൻ എത്ര സംഖ്യ സ്കിപ്പ് ചെയ്യേണ്ടി വരും? 4 സംഖ്യ സ്കിപ്പ് ചെയ്യേണ്ടി വരും. ആ സംഖ്യ ഏതാണ്? ആ ലെറ്റർ ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്ക് നോക്കല്ലേ. ഇപ്പൊ ക്യൂവിന്റെ 4 സംഖ്യ നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കി. എം എടുത്ത് നോക്കാം നമുക്ക്. എമ്മിന് ശേഷം NOPQR. MNOP. അപ്പൊ എമ്മിന്റെയും ക്യൂവിന്റെയും ഇടയിലാകെ 3 സംഖ്യയുള്ളൂ. എം ഏതൊക്കെ? NOPQ. അപ്പൊ അത് പറ്റൂല. ഈ എൻ എടുത്ത് നോക്കാം. എൻ എടുത്ത് നോക്കിയാലോ? NOPQ. എന്നിന്റെയും ക്യൂവിന്റെ ഇടയിലാകെ 2 സംഖ്യയുള്ളൂ. അപ്പൊ അതും പറ്റൂല. ഈ എടുത്ത് നോക്കാം. എടുത്ത് നോക്കിയാൽ എല്ലിന്റെ ശേഷം നോക്കാം. MNOPQ. എല്ലിന്റെയും ക്യൂവിന്റെ ഇടയിൽ 4 സംഖ്യ ഉണ്ട്. MNOPQ. ക്ലിയർ ആയോ? അപ്പൊ എല്ലിന്റെയും ക്യൂവിന്റെ ഇടയിൽ 4 സംഖ്യ ഉണ്ടായതുകൊണ്ട് ഇവിടെ അടുത്തായിട്ട് വരുന്നത് എല്ലായിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ഇനി അടുത്ത കേട്ടോ. ഒന്നുകൂടെ ചെയ്താൽ നമുക്ക് ലെറ്റർ സീരീസ് സെറ്റ് ആവും. ഇതും ചെയ്തു. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ദി സീക്വൻസ്? ഇത് ഗ്രൂപ്പ് ആയിട്ട് തന്നിട്ടില്ല. നേരത്തെ സിംഗിൾ ആയിട്ട് തന്നത്. AB ഉണ്ട്, DE ഉണ്ട്, HI ഉണ്ട്, MN ഉണ്ട്. ഓക്കെ, എല്ലാവരും ആൻസർ ജസ്റ്റ് ഒരു മിനിറ്റിൽ, ജസ്റ്റ് ഒരു മിനിറ്റ് ആൻസർ ചെയ്യൂട്ടോ. ഓക്കെ, ST ആണല്ലേ കണ്ടത്? ഓക്കെ, ഓപ്ഷൻ സി ആണ്. നോക്കാം നമുക്ക്. അപ്പോ AB. അടുത്തടുത്ത സംഖ്യകളാണ്. DE അടുത്തത്, HI, MN അടുത്തടുത്ത സംഖ്യകളാണ്. പക്ഷെ ഇവർ തമ്മിൽ ഡിഫറൻസ് നോക്കുമ്പോൾ AB-യിൽ നിന്ന് DE-യിലേക്ക് തന്നെ സീനിയർ സ്കിപ്പ് ചെയ്തു അല്ലേ? ഒരു സംഖ്യനെ അവിടെ സ്കിപ്പ് ചെയ്തു, ഒരു ലെറ്റർ സ്കിപ്പ് ചെയ്തു. എപ്പോഴും ഇതേപോലെ തന്നെ ആവില്ല കേട്ടോ. ഓക്കെ, ഒന്ന് സ്കിപ്പ് ചെയ്തു. ഇനി DE-യിൽ നിന്ന് H-ലേക്ക് എത്താൻ DEFG അല്ലേ? ABCDEFG 2 സംഖ്യ സ്കിപ്പ് ചെയ്തു. HIJKL 3 സംഖ്യ സ്കിപ്പ് ചെയ്തു. അല്ലെ എമ്മിലേക്ക് എത്തിയത്. അപ്പൊ ഈ 4 സംഖ്യ സ്കിപ്പ് ചെയ്തിട്ട് നോക്കാം. MN അല്ലേ? OPQR സ്കിപ്പ് ചെയ്യണം. പിന്നെ ആരല്ലേ? എസും ടിയും. അപ്പൊ ST ഉള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പേഴ്സൻറ്റേജ് കാണാം കേട്ടോ. പേഴ്സൻറ്റേജ് കാണാനുള്ള ഇക്വേഷനൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ അല്ലേ? നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണോ കിട്ടിയ, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, അതിൽ 10 കുട്ടികളും ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ താഴെ എഴുതും. നമുക്ക് കിട്ടിയ സംഖ്യ 10ആണ്, അത് എഴുതും. മേലെ എഴുതും. × 100. ഇതാണല്ലോ പേഴ്സൻറ്റേജ് കാണുള്ളത് അല്ലേ? പേഴ്സൻറ്റേജ് കാണുള്ള ഇക്വേഷൻ ഉണ്ട്. പേഴ്സൻറ്റേജ് ഈസ് ഈക്വൽ ടു
കിട്ടിയ സംഖ്യ ഹരിക്കണം ടോട്ടൽ ഇൻറ്റു 100 എന്നുള്ളതാണ് പെർസെൻറ്റേജ് ആണ്. ഇത് നമുക്ക് പെർസെൻറ്റേജ് ആണ് ഇക്വേഷൻ. ഇത് നമുക്ക് സാധാരണ ആവശ്യം വരില്ല, ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലൊക്കെ കൂടുതൽ ആവശ്യം വരും. പക്ഷേ ഇതിൽ നമുക്ക് ഒന്നുകൂടി അഡ്വാൻസ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സിമ്പിൾ ആണ്. സ്റ്റുഡൻറ് സ്കോർഡ് 72 മാർക്സ് ഇൻ an എക്സാം. ഒരു എക്സാമിൽ ഒരു വിദ്യാർത്ഥി 72 മാർക്കാണ് സ്കോർ ചെയ്തത്. ദിസ് വാസ് 60% ഓഫ് ദ ടോട്ടൽ മാർക്സ്. ഇതാണെങ്കിൽ ഈ 72 ഉള്ള എന്താണ് ടോട്ടൽ മാർക്കിന്റെ 60% ആണ് ഇത്. ടോട്ടൽ മാർക്കിന്റെ 60% ആണ് ഈ 72 മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചെന്താണ്, വാട്ട് ആർ ദ മാക്സിമം മാർക്സ് ഫോർ ദ എക്സാം. ഈ എക്സാമിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ കേട്ടോ. എങ്ങനെയൊക്കെ ചോദിക്കും ഈ MTേക്കർ നമ്മൾ തിരിക്കാണ്ടിട്ട്. 60% എന്നുള്ള ടോട്ടൽ മാർക്കിന്റെ 60% 72 എങ്കിൽ മാക്സിമം മാർക്ക് എത്ര, അതായത് ടോട്ടൽ മാർക്ക് എത്ര എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ മാർക്ക് എത്ര ആയിരിക്കും അങ്ങനെയുള്ള വഴി എന്ന് അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തു തരാം കേട്ടോ. ഏകദേശം നമുക്കറിയാം, എക്സ് വെച്ചിട്ട് ചെയ്ത സിമ്പിൾ ആണ്. 72 മാർക്ക് കുട്ടിക്കുണ്ടല്ലേ, 72 മാർക്ക് കുട്ടിക്കുണ്ട്, മാർക്ക് 72 ഉണ്ട്. ഈ 72 മാർക്കുള്ള എത്ര ശതമാനം? 60%. 60%. അപ്പോൾ മാക്സിമം മാർക്ക് എത്ര ലഭിക്കുന്നത്? മാക്സിമം മാർക്കാണ് 100% മാർക്ക് എന്ന് ലഭിക്കുന്നത്. അപ്പോൾ 60ന്റെ നേരത്തെ 60 ശതമാനം. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ എത്ര മാർക്കായിരിക്കും? എക്സ് മാർക്കായിരിക്കും അല്ലേ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ 60% എന്ന് പറയുന്നത് 72 മാർക്കാണ്. 72 മാർക്ക്. 100% മാക്സിമം മാർക്കാണ് 100% അല്ലേ? 100% ഉള്ള എന്താണ്? എക്സ് മാർക്കാണ്. എക്സ് നമുക്കറിയില്ല. ഇതെന്താ, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കിട്ടും, ആൻസർ കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പഠിച്ചോളൂ കേട്ടോ. നമ്മളിത് ഇങ്ങനെ കുറേ ചോദിക്കുക. 60% എന്നുള്ളത് 72 മാർക്കാണെങ്കിൽ 100% എക്സ് മാർക്കാണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 60 ഇൻഡെക്സ് എത്രയാണ്? മേലെ ചെയ്തിട്ടാ 60x അല്ലേ? 60x സീക്വൽ ടു നമ്മൾ ഈക്വൽ ടു ചെയ്ത, പിന്നെ 100/72 തന്നെ 7200 അല്ലേ? 100/72 തന്നെ 2 പൂജ്യം പോരെ, 7200. ഇനി നമ്മൾ എക്സിനോട് വെക്കാം. എക്സിനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്താ, ഈ 60 ഇൻറ്റു അല്ലേ, 60 നേരെ കൊണ്ടുപോകുമ്പോൾ താഴത്ത് ഹരിക്കണം എന്നാവും. അപ്പൊ എക്സ് സീക്വൽ ടു എന്ത്, നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 60 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 7200 ഹരിക്കണം 200 ഹരിക്കണം 60 വരും. ഇപ്പൊ 0 0 വെട്ട അല്ലേ? ഈ 0 വെട്ടി, മേലത്തെ 0 വെട്ടി. അപ്പൊ 720 ഹരിക്കണം 6 ചെയ്തൊക്കെ. 720 ഹരിക്കണം 6. 7ൽ എത്ര ആറുണ്ട്? ഒരാറ് 6 അല്ലേ? കുറച്ച് 7 നിറച്ചും 1, 1ൽ 6 പോലെ, അപ്പൊ 2നെ ഇറക്കിയത്. 12ൽ എത്ര ആറുണ്ട്? 2 ആറുണ്ട്. 2 12 ശിഷ്ടം 0 ഇത്. പക്ഷെ ഇവിടെ ഒരു സംഖ്യ ഇനി 0 ഇല്ലേ? ഈ 0 നമ്മൾ ഇനി ഇറക്കിയത് എന്താക്കണ്ട, ഈ 0 നേരെ മേൽക്കിയാൽ മതി. ഇവിടെ 12 കുറച്ച് ശിഷ്ടം 0 കിട്ടിയാലേ പിന്നെയും ഇവിടെ ഒരു 0 ബാക്കി ഉണ്ടെങ്കിൽ അത് നേരെ മേൽക്ക് ചെയ്താൽ മതി കേട്ടോ. നേരെ മേൽക്ക് ചെയ്താൽ മതി. 120. അപ്പൊ 120 എക്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ആരെ കണ്ടെത്തിയത്? എക്സ് കണ്ടെത്തിയത്. എക്സ് എന്താണ്? ടോട്ടൽ മാർക്ക് അല്ലേ? മാക്സിമം മാർക്ക് അല്ലേ എക്സ് എന്ന് പറഞ്ഞത്? എക്സ് 120 കിട്ടി. അതൊക്കെ ഓപ്ഷനിൽ എന്തുണ്ട്? എക്സ് 120 അല്ലേ? ഓപ്ഷൻ ബി എന്താണ്? 120 അല്ലേ? ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞ ക്ലിയർ ആണോ? മലൂഫ, നന്ദന, ഷാക്കിർ, ഈ പറഞ്ഞ ക്ലിയർ ആണ്? ഈ പറഞ്ഞ പ്രോബ്ലം മനസ്സിലായോ? ഇതെല്ലാം ഏകദേശം എല്ലാ ക്വസ്റ്റിനും ചോദിക്കലുണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ എക്സിലേക്ക് മാറ്റലാണ് പണി എന്ന് പറയുന്നത്. പണി എന്നല്ല, ആ ഒരു ലോജിക്ക് കിട്ടില്ല നമുക്ക് എല്ലാം സിമ്പിൾ ആയിരിക്കും. നമുക്ക് അടുത്തതിലും കൂടി ഞാൻ ഇതേപോലെ ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്കിത് കിട്ടില്ലേ? ഞാൻ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ തന്നിട്ടുള്ള 72 മാർക്ക് കുട്ടിക്ക്. 72 മാർക്കിന് 60%. പിന്നെ ടോട്ടൽ മാർക്ക് നമുക്കറിയാൻ എക്സ് കിട്ടും. ടോട്ടൽ മാർക്കിന് 100%. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 72 100ഉം 7200 സമം 60 എക്സിന് 60x അല്ലേ? 60 എക്സിന് 60x. ഇവിടെ 60ന് എന്ത് നമ്മൾ സമയത്തിന് ഇപ്പുറത്ത് വന്നപ്പോ 7200 ഹരിക്കണം 60 സീക്വൽ ടു എക്സ് ആയി. നമ്മൾ എന്ത് ചെയ്തു? ഇത് ഹരിച്ചു. 0 0 വെട്ടി 720 എത്ര ആറുണ്ട് നോക്കി? 120 ആറില്ല. അപ്പൊ 120 എന്നുള്ളതാണ് എക്സ്. 120 സീക്വൽ ടു എക്സ്. അപ്പൊ 120 എക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം മാർക്ക് ടോട്ടൽ മാർക്ക് തന്നെയല്ലേ? അപ്പൊ 120 ടോട്ടൽ മാർക്ക്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി അടുത്തത് വേറെ ക്വസ്റ്റ്യൻ. എന്താണ് ചോദിക്കണം? എന്താ ഇത്? പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ്.
ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് വില എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ 20%. ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസ് എത്ര നമുക്കറിയില്ല. അത് 20% കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 20% കൂടിയതിനു ശേഷം 20% കുറഞ്ഞു. ഇപ്പൊ 20% കൂടുമ്പോൾ അതിന്റെ ഒരു വില എത്ര ആയിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് 20% കുറഞ്ഞത്. വാട്ട് ഈസ് നെക്സ്റ്റ് നെറ്റ് ചേഞ്ച് ഇൻ ദ പ്രൈസ്? എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക? ഓപ്ഷന്, അതായത് 20% ആദ്യം കൂടിട്ടോ, എന്നിട്ട് അതിൽ നിന്ന് 20% കുറഞ്ഞു. അപ്പൊ എന്തായിരിക്കും പ്രൈസിൽ മാറ്റം ഉണ്ടായിരിക്കുക? എന്തായിരിക്കും മാറ്റം ഉണ്ടാവുക? 20% കൂടി, ആ കൂടിയതിൽ നിന്ന് 20% കുറഞ്ഞു. നോ ചേഞ്ച് എന്നാണ് മലൂഫ് പറയുന്നത് അല്ലെ. നമ്മള് നല്ലോണം ചിന്തിക്കണം കേട്ടോ. 20% കൂടി, എന്നെ 20% കുറഞ്ഞു ചെയ്തു. പക്ഷേ ഇതെന്താ വെച്ചാലേ, ഇത് ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും നോ ചേഞ്ച്. കാരണം 20% കൂടി 20% കുറഞ്ഞ അപ്പൊ എന്താ ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ച് ഇല്ല. പക്ഷെ അത് തെറ്റാണ്. ഓപ്ഷൻ എ അല്ല ശരി, ഓപ്ഷൻ എ തെറ്റാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, ഈ സാധനത്തിന്റെ ഇങ്ങനെ നമ്മൾ പ്രൈസ് വരുമ്പോ പ്രൈസ് എത്ര തന്നിട്ടില്ല, 20% കൂടി, 20% ഡിസ്കൗണ്ട് ഉണ്ടോ, അപ്പൊ പ്രൈസ് എത്ര തരാറ് ശതമാനം മാത്രം. നമ്മൾ പ്രൈസ് 100 കൂട്ടുക. ഉദാഹരണത്തിന് സപ്പോസ് എന്ത് ചെയ്തു, 4% കൂടി എന്ന് പറഞ്ഞിട്ടില്ലേ, ഓപ്ഷൻ ബി പറഞ്ഞിട്ട് ഷാക്കിർ. നമ്മൾ നോക്കട്ടോ, നമ്മൾ സാധനത്തിന്റെ വില തന്നെ 100 അതിന് വില 100 ഇടാം കേട്ടോ. 100 നമുക്ക് നല്ല സുഖമാണ്. അപ്പൊ നോക്കുമ്പോഴേ ഈ 100 ഉള്ള സാധനത്തിന് എന്ത് ചെയ്തു, 20% വില കൂടി. അപ്പൊ എത്ര ആയിരിക്കും കിട്ടുക? നമുക്ക് മൈക്ക് ഓൺ ആക്കിയിട്ടൊക്കെ പറയട്ടോ അറിയുന്നുണ്ടെങ്കിൽ. ഇവിടെ നല്ല മഴേന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, സൗണ്ട് പ്രശ്നം ഉണ്ടാവും. ഒരു മിനിറ്റ്. ആ ആ 100 എന്നുള്ളത് 100 രൂപ കൂട്ടിക്കോളി. ഓക്കെ. സാധനത്തിന്റെ വില എന്നത് 100 രൂപയാണെങ്കിൽ 20% കൂടുമ്പോൾ 20% കൂടുമ്പോ അതിന് വില എത്രയായി? 120 രൂപയായി. 120 രൂപയായി. ഈ 120 രൂപയാണ് ഇപ്പൊ വില. അതെ, 120 രൂപ ഇപ്പൊ 20% കുറഞ്ഞു. അപ്പൊ 100ന്റെ 20% അല്ല നോക്കുക. അപ്പൊ 120 ആയില്ലേ പോയ വില, അതിന് 20% കുറഞ്ഞു. അപ്പൊ 120ൽ നിന്ന് 20%, 120ന്റെ 20% കാണാം. ഓക്കെ, 120ന്റെ 10% ഉള്ളത് 12ആണ്. 10% കാണാൻ നേരത്ത് ഒരു പൂജ്യം ഒഴിവാക്കിയാൽ മതി, 12ആണ്. 20% എത്ര? 24ആണ്. അപ്പൊ 120 രൂപയുള്ള വിലയിൽ ഒരു സാധനത്തിൽ നിന്ന് 20% വില കുറഞ്ഞപ്പോ അതിന്റെ വില എത്ര ആയിരിക്കും? 24 രൂപ കുറയും അല്ലെ, 24 രൂപ കുറയും. അതെ, 120 രൂപയുള്ള വില സാധനത്തിന് 20% 24 രൂപ കുറഞ്ഞപ്പോ എത്ര അതിന് വില? 96ആയി. അപ്പൊ എന്താ മാറ്റം ഉണ്ടായത്? എന്ത് മാറ്റം ഉണ്ടായി? 100 രൂപയുള്ള സാധനമായിരുന്നു, 20% കൂടിയപ്പോ 120ആയി. അതിൽ നിന്ന് 20% കുറഞ്ഞപ്പോ 96ആയി. എന്തുകൊണ്ട്? കാരണം 100ന്റെ 20%ആണ് കൂടിയത്. പിന്നെ കുറഞ്ഞ 20%, അത് 120ന്റെ 20%ആണ്. നിങ്ങൾ 100ന്റെ 20%ആണെന്ന് വിചാരിക്കരുത് കുറഞ്ഞത്. 120 ആയിട്ടുണ്ട് ഇപ്പൊ വില അല്ലെ. 20% കൂടി ഇപ്പൊ വില 120. എപ്പോഴും 100 ആയിട്ടിരിക്കല്ലോ. ഇപ്പൊ 120 വില. ഈ 120ൽ നിന്നാണ് 20% കുറയുന്നത്. 120ന്റെ 20% 24ആണ്. അത് കുറഞ്ഞപ്പോ ബാക്കി 96. അപ്പൊ എന്താ മാറ്റം ഉണ്ടായത്? 4% കുറയാണ് ചെയ്തത്. വിലയിൽ നിന്ന് അല്ലെ, ആദ്യം 100ആയിരുന്നു, ഇപ്പൊ 96ആയപ്പോ 96ആയപ്പോ വിലയിൽ എന്തുണ്ടായി? 4% ഡിക്രീസ് ഉണ്ടാവുന്നത്. കുറവാണ് ഉണ്ടാവുന്നത്. 4%ത്തിന്റെ കുറവാണ് വിലയിൽ കാണുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, കാരണം അവിടെ കൊടുക്കണ്ടേ ഒറിജിനൽ പ്രൈസ് 100ആയിട്ട് നമ്മൾ ഒറിജിനൽ പ്രൈസ് തരാത്ത നമുക്ക് എത്ര വിചാരിക്കാം? 100ആണ് സുഖം. നമുക്ക് ശതമാനം ഉണ്ട്. അപ്പൊ 20% കൂടുമ്പോൾ 120 രൂപയായി. ഈ 20%ത്തിൽ നിന്ന് 120 രൂപയിൽ നിന്ന് 20% എന്ന് പറയുമ്പോൾ 24 രൂപ. ആ 24 കുറഞ്ഞ 96 രൂപയായി. അപ്പൊ പഴയ പൈസ 100ഉം 30 പൈസ 96 എത്ര മാറ്റുണ്ട്? 4% കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 4. എന്നിട്ട് നമുക്ക് ആവറേജിലേക്ക് കിടക്കാം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കട്ടോ. ഇഫ് 25% ഓഫ് എ നമ്പർ ഈസ് 30, അതായത് ഒരു നമ്പറിന്റെ 30% എന്ന് പറയും, 25% എന്ന് പറയുന്നത് 30 ആണെങ്കിൽ, വാട്ട് ഈസ് 40% ഓഫ് ദ സെയിം നമ്പർ, അതേ നമ്പറിന്റെ 40% എത്ര ആയിരിക്കും? ഏതോ ഒരു സംഖ്യ ഉണ്ട്, നമ്പർ നമുക്ക് എത്ര അറിയില്ല, പക്ഷെ അതിന്റെ 25% എന്നുള്ളത് 30ആണ്. അതിന്റെ 25%, അതിന്റെ ഭാഗം എന്നുള്ളത് 30ആണെങ്കിൽ ആ സംഖ്യയുടെ 40% എത്ര ആയിരിക്കും? 40% എത്ര ആയിരിക്കും എന്ന് ചോദിക്കും. ആൻസർ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ, കണ്ടെത്താൻ കഴിയാൻ ശ്രമിച്ചു. ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണ്ടോ? ടൈം ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ലേറ്റ് ആക്കണ്ട വിചാരിക്കട്ടെ, ഞാൻ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത്. അതായത് ഒരു സംഖ്യയുടെ 30 എന്ന് പറയുന്നത് എത്രയാണ്? 30 എന്ന് പറയുന്നത് 25%. 25% എങ്കിൽ ആ ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ടല്ലേ? ആര് ആൻസർ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നോക്കാം. 30 എന്ന് പറയുന്നത് തീരുമാനമാണെങ്കിൽ 40% എന്നുള്ളത് എക്സ് ആയിരിക്കും. 40% എന്നുള്ളത് എക്സ് ആയിരിക്കും, ഉറപ്പല്ലേ? 30 എന്നുള്ളത് 25% ആണെങ്കിൽ എന്താ എക്സ് എന്നുള്ളത് 40%. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്? 40% കണ്ടെത്താൻ പറഞ്ഞിട്ടില്ല, അപ്പൊ 40% എക്സ് ആയിരുന്നു. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 30×40 എത്ര? 30 ഗുണിക്കണം 40, ഏത് 3 4 ഗുണിച്ച 12, പിന്നെ 2 0 ഇട്ട് കൊടുക്കുക, 40 0 ഇട്ട് കൊടുക്കുക, 30 0 ഇട്ട് കൊടുക്കുക, അപ്പൊ എത്രയും 1200 ആയി. 1200 സീക്വൽ ടു എത്ര? എക്സ് കണക്കാട്ടോ. 25 എക്സ് എത്ര? 25 എക്സ്. 25 എക്സ് എന്ന് പറഞ്ഞാൽ 25 എക്സ് തന്നെ കേട്ടോ. 25 എക്സ് ആണ് 25 എക്സ്. നമ്മൾ എക്സ് ഈക്വൽ ടു എക്സിനെ സോൾവ് ചെയ്യുക, എക്സിനെ പുറത്ത് കൊണ്ടുവരാം. അപ്പൊ 1200 നമ്മള് ഹരിക്കണം. 1200 ഹരിക്കണം എന്താവും? 25 താഴാവും. ഇത് ചെയ്ത് നോക്കാം. 1200 എത്ര? 25 നോക്കാം. ഓക്കെ, എത്ര 25 നോക്കാം. എത്ര 25? 1200 എത്ര? 25 നോക്കണോ? നമ്മൾ ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കട്ടെ. 1200 എത്ര 25? 12 പോലെ 120 നോക്കാം. 120 എത്ര ഉണ്ട്? 4 ഉണ്ട്. 4 25 100 അല്ലേ? 5 പോലില്ല. 5 125 ആവും. 120 100 വെച്ചാൽ 20 20 20 25 പോലെ, അപ്പൊ 200 ഇറക്കിയത്. 200 എത്ര 25 ഉണ്ട്? 100 4 200 8 ഉണ്ടാവും. 8 25 എന്ന് പറഞ്ഞാൽ 200 ഇഷ്ടം 0. ഓക്കെ, അപ്പൊ 1200 എത്ര 25 ഉണ്ട്? 48 25. അപ്പൊ നമ്മൾ കണക്ക് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു 48. നമുക്ക് കാണാനുള്ളത് 40% എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? അപ്പൊ 48 എക്സ് എന്ന് പറയുന്നത്. 48 ഓപ്ഷനിൽ ഉണ്ടോ നോക്കണം. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഈ എക്സിൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പഠിച്ചാൽ നമുക്ക് എല്ലാം സിമ്പിൾ ആയി. നമുക്ക് 30 ഉള്ള സംഖ്യ 25% ആണെങ്കിൽ 40% ഉള്ളത് എക്സ് എന്നായിരിക്കും. 40% എന്നുള്ളത് എക്സ് എന്നുള്ള സംഖ്യ ആയിരിക്കും. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സ് നമ്മൾ സോൾവ് ചെയ്യും കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം നമുക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ഏകദേശം അതിന്റെ ചെയ്യാനായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളൊക്കെ ടയേർഡ് ആയിട്ടുണ്ടാവും. ഞാൻ കൂടുതൽ ലെങ്ത് നീട്ടുന്നില്ല കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആവറേജ് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ. ആ ആർട്ടിക്കിളിന്റെ വില ഇൻക്രീസ് ബൈ 10%. എല്ലാ വർഷം എവറി ഇയർ എല്ലാ വർഷം എന്താവും? അതിന്റെ വില 10% അങ്ങനെ കൂടും. ആദ്യത്തെ വർഷം 100 രണ്ടാമത്തെ വർഷം 110 ആയിരിക്കും. പിന്നെ അതിന്റെ 10% എത്ര? 11 അല്ലേ? 121 ആവും. അതിന്റെ 10% 12.1 അല്ലേ? അപ്പൊ 130 എത്ര? 3 130.3. അങ്ങനെ ഓരോ വർഷം 10% ഇങ്ങനെ കൂടും. മുമ്പത്തെ വർഷത്തെ 10%. എല്ലാ വർഷവും 10 ഉറുപ്പ്യ ഇങ്ങനെ കൂടില്ല. 100ന്റെ 10% 110. ഇനി അടുത്ത വർഷം 110ന്റെ 10% കൂടുക, 121 ആവും. ഇനി അടുത്ത വർഷം 121ന്റെ 10% 12.1 കൂടും കേട്ടോ. അങ്ങനെ ആ കൂടുന്ന സംഖ്യയുടെ 10% 10% ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് അത് മനസ്സിലായി. ഇനി എന്താ വേണ്ടത്? ഇഫ് ദ കറന്റ് പ്രൈസ് ഇപ്പൊ നിലവിൽ 10,000 ആണെങ്കിൽ, നിലവിൽ അതിന്റെ വില കറന്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 ആണെങ്കിൽ, വാട്ട് വിൽ ബി ദ പ്രൈസ് ആഫ്റ്റർ 2 years? 2 വർഷം കഴിയുമ്പോൾ അതിന് വില എത്രയായിരിക്കും?
2 വർഷം കഴിയുമ്പോൾ എത്രയിലേക്ക്? ഒരു വർഷം കഴിയുമ്പോൾ 10% കൂടും. ഇത് നമുക്ക് എഴുതാ. 10,000-ന് 10% എത്രയാണ്? 1000 ആണ്. 10,000-ക്ക് 1000 കൂടുമ്പോൾ പിറ്റത്തെ വർഷത്തിന് 11,000 രൂപ. ഈ പുസ്തകത്തിന് ഈ ആർട്ടിക്കിളിന് എത്ര? 11,000 രൂപ. ഒരു വർഷമല്ലല്ലോ ചോദിച്ചു, 2 വർഷം കഴിയുന്നില്ലേ? അപ്പൊ രണ്ടാമത്തെ വർഷം നോക്കാം നമ്മൾ. 11,000-ന്റെ 10%. 11,000-ന്റെ 10% 1,200 ആണല്ലേ? 11,000-ക്ക് 1,200 കൂട്ടിയാൽ മതി. 1,200 കൂട്ടിയാൽ എന്തോ അതിന്റെ 10% കൂടും. 0,0,1,2,1. 12,100 ആയിരിക്കും എന്ത് 2 വർഷം കഴിഞ്ഞുള്ള വില. 12,100 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ 12,100. നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലായോ? അതായത് എല്ലാ വർഷവും ഇങ്ങനെ 1,000 രൂപ കൂടില്ല, എല്ലാ വർഷവും 10% കൂടുക. ആദ്യം 10,000 ആയിരുന്നു വില, അപ്പൊ അതിന്റെ 10% 1,000 കൂടി 11,000 ആയി. ഒരു വർഷം കൊണ്ട് 11,000 ആയി. ഈ 11,000-ന്റെ 10% അടുത്ത വർഷം കൂടാ. 11,000-ന്റെ 10% എന്ന് പറഞ്ഞാല് ഇതിന്റെ ഒരു പൂജ്യം ഒഴിവാക്കി 1,200. ആ 11,000-ക്ക് ഒരു 1,200 കൂടെ കൂട്ടി കൊടുത്താല് 2 വർഷം കഴിഞ്ഞാൽ വില കിട്ടും. ഈ 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമാണ്. 12,100 അല്ലേ, അതിന്റെ 10% 1,210 അത് കൂട്ടി കൊടുത്താൽ 3 വർഷത്തിന് ശേഷമുള്ള വില കിട്ടും. കേട്ടോ, അങ്ങനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആണോ? ഇതാ, അതായത് ഓക്കെ ക്ലിയർ ആണെന്ന് പറഞ്ഞ് 12,100 കേട്ടോ. കാരണം എല്ലാ വർഷവും 1,000 അല്ല, എല്ലാ വർഷവും 10%. അപ്പൊ ഒരു വർഷം 10% കൂടും, പിന്നെ അതിന്റെ 10% അടുത്ത വർഷം കൂടും, അതിന്റെ 10% അടുത്ത വർഷം കൂടും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാ? നിങ്ങള് ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റിനും കൂടെ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നിങ്ങൾ ആകെ 3 പേരല്ലുള്ളൂ. നിങ്ങൾ ടെസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ 9:45 സമയം ഏകദേശം. നാളെ ചെയ്ത് അടുത്ത നാളെ ബാക്കി ചെയ്താൽ മതി, ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നാളെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, നാളെ ചെയ്യാം. അതന്നെ ഒരു എനിക്ക് നല്ല സമയം, ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോ മാത്സ് നമ്മളെ മൈൻഡിൽ കയറൂല കേട്ടോ. അപ്പോ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.